وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിലെ കർമ്മകാര്യങ്ങളിൽ ഏറ്റവും മഹത്തായ 5 കാര്യങ്ങളിൽ ഒന്നായ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിനു വേണ്ടി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സത്യത്തിൽ ഒരു പ്രസംഗത്തിന്റെ രൂപത്തിലല്ല ശരിക്കും ഈ ക്ലാസ് എടുക്കേണ്ടത്. എങ്കിലും ഇവിടെ നിന്ന് ഒരു പ്രസംഗത്തിന്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഈ ഹജ്ജിന്റെ രൂപത്തിന്റെ ഒരു ചെറിയ രൂപം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുകയും പിന്നീട് കൂടുതൽ സമയം നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം കണ്ടെത്തുകയായിരിക്കും നല്ലത് എന്ന രൂപത്തിലാണ് ഈ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംസാരമെന്ന നിലയ്ക്ക് ഈ ഇരുത്തവും ഈ കൂടിച്ചേരലും അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യകരമാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുക. സത്യത്തിൽ ഒരു യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. ഒരു ഭയങ്കര ആശങ്കയിൽ എന്താണ് ആവുക, എന്താകുക. കാരണം സാധാരണ പ്രത്യേകിച്ച് ഹജ്ജിന്റെ യാത്ര എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലൊക്കെ ആദ്യം പ്രതികൂലമായ അവസ്ഥ വരിക. വിമാനത്തിൽ ഇതുവരെ കയറിയിട്ടില്ല, വിമാനത്തിൽ എങ്ങനെയൊക്കെയാണ് യാത്ര, അവിടെ ചെന്നാൽ ഉസ്മാനി പറഞ്ഞമാതിരി 25 ലക്ഷം 30 ലക്ഷം ആൾക്കാർ, അപ്പൊ അവിടെ എങ്ങനെയൊക്കെയാണ് തിരക്ക്, എങ്ങനെയാണ് ഹറമ്, നീ അവിടുന്ന് ഒന്ന് നമ്മളൊരു പ്രാഥമികമായി ഒന്ന് മൂത്രമൊഴിക്കണം തോന്നിയാൽ ആ സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വരെ ഇവിടുന്ന് ആലോചിക്കുന്ന ആൾക്കാർ. യഥാർത്ഥത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഇതുവരെ ബേജാറായ കാര്യങ്ങളൊക്കെ വെറുതെ ആയിരുന്നു എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പലപ്പോഴും ഈ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. എങ്ങനെയായാലും ഹജ്ജിനെ പറ്റി ബേജാറാകരുത്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ, ഈ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലളിതമാണ്. നമ്മൾ ഒറ്റക്കൊരു യാത്രയുടെ പോലെയല്ല. ഇതെന്ന് പറഞ്ഞാൽ 10, 25, 30 ലക്ഷം ജനങ്ങൾ ഒരേ ദിശയിലേക്കും ഒരേ കാര്യത്തിലേക്കും സഞ്ചരിക്കുമ്പോൾ അവിടെ എന്തിനാണ് നമ്മൾ ഒറ്റക്കൊരു ഹജ്ജിന്റെ വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട കാര്യം നമ്മൾ ആലോചിക്കും. അങ്ങനെ തന്നെയാണ് ഹജ്ജ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹജ്ജ് ശരിക്കും ഹദീസിൽ വിശദീകരിക്കും. ഹജ്ജ് എന്താ, കൂടെ നടന്ന ആളുകൾ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ നടക്കുക, ബാക്കിയുള്ളവർ പിന്നിൽ ഇങ്ങനെ വരും. എന്തിനും ചെറിയ തകരാറ് കാണുമ്പോൾ റസൂൽ അങ്ങനെ വേണ്ടാറി അല്ലെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെയാണ് ഹജ്ജ് പൂർത്തിയാക്കി കൊടുത്താണ്. ഇതിപ്പോ എത്ര വിവരമുള്ള ആൾക്കാണെങ്കിലും ഒരു ഉംറക്ക് പോയാലും ഒരുത്തിനൊപ്പം ഇങ്ങനെ നടന്ന് കാണിച്ചു തരണം, എന്നാലേ ഉംറ ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചു പോയ കടലാസ് നോക്കി ഇങ്ങോട്ട് ഉംറ ചെയ്യാൻ പറ്റൂ, ഹജ്ജ് ചെയ്യാൻ പറ്റൂ. അത് അതിനെപ്പറ്റി ഒരു ടെൻഷന്റെ ആവശ്യമില്ല. പിന്നെ ഇത് വരുന്നത് എന്താ വെച്ചാൽ ഈ യാത്രന്റെ സമയത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും അതിന്റെ സംഗതി ആലോചിക്കുമ്പോഴും അവിടുത്തെ ഭക്ഷണവും കാര്യം ഒന്നും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്. ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാൾ ക്ഷണിച്ചിട്ടാണ് നമ്മൾ പോകണം. നമ്മളാരും നമ്മൾ ഇഷ്ടപ്രകാരം പോകല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യുഗാന്തരങ്ങൾക്ക് മുമ്പ് വിളിച്ച ഒരു വിളിക്ക് ഉത്തരം നൽകാൻ പോകണം. നമ്മൾ ആരാണ് അറിയങ്ങള്? അള്ളാഹുവിന്റെ യാത്രാ സംഘമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നേര് നിങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രാ സംഘമാണ്. ഹറമിലേക്ക്, പരിശുദ്ധമായ കഅബാലയത്തിലേക്കുള്ള യാത്രാ സംഘം അള്ളാഹുവിന്റെ യാത്രാ സംഘം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, വഫ്തുല്ലാഹി സലാസാണ്. 3 കൂട്ടര് അള്ളാഹുവിന്റെ നിവേദക സംഘമാണ്. 3 ആൾക്കാർ. ആരൊക്കെയാണ്? അൽ ഹാജ്, ഹജ്ജിന് പോണവൻ അള്ളാഹുവിന്റെ യാത്രാ സംഘമാണ്. ഒരു ബേജാറും ഒരു കാര്യവും ആവശ്യമില്ല.
അള്ളാഹു ക്ഷണിച്ച അള്ളാഹുവിന്റെ അതിഥികളെ അള്ളാഹു ഒരിക്കലും ബുദ്ധിമുട്ടില്ല. നമുക്ക് ആ പ്രതീക്ഷ വേണം. അങ്ങനെയുള്ളവനൊരു വിഷമം ഉണ്ടാവില്ല. അള്ളാഹു വിളിച്ചു കൊണ്ടുപോയ ഒരതിഥിക്ക് അള്ളാഹു എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. എന്തൊക്കെ നമ്മുടെ മനസ്സിൽ ആശങ്കകളൊക്കെ ഒഴിവാക്കി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹുവിന്റെ ഒരു ലൈഫ്. ഹജ്ജ് ക്യാമ്പിന്റെ ഒക്കെ അവിടെ ഇങ്ങനെ ബാനറിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അള്ളാഹുവിന്റെ അതിഥികൾക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ക്ഷണിച്ച അള്ളാഹുവിന്റെ വിരുന്നുകാരാണ്. അതേപോലെ തന്നെ വൽ മുഅ്തമിർ, ഉംറക്ക് പോണ ആള്, വൽ ഗാസി, അള്ളാഹുവിന്റെ ഭാഗത്തിൽ യുദ്ധത്തിന് പോണ ആളും അള്ളാഹുവിന്റെ വിരുന്നുകാരനാണ്. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കും മറ്റാൾക്കും ചെയ്യുന്നേക്കാൾ സൗകര്യം ഒരു വിരുന്നേരം വരുമ്പോൾ നമ്മൾ ചെയ്യും. അതേമാതിരി ആ മക്കാർക്ക് പോലും കിട്ടാത്ത സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ പോകുന്ന യാത്രക്കാർക്ക് ഉണ്ടാകുമെന്ന് ഈ നബി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസിക്കാം. ഹജ്ജിനെ പറ്റി പറയുമ്പോൾ ഹജ്ജിന്റെ മഹത്വത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാരത്തിലേക്ക് കടക്കാൻ പറ്റും. ഒന്ന് സഹോദരങ്ങളെ, ഹജ്ജ് നിർബന്ധമായൊരു കാര്യമാണ്. ഇപ്പൊ ഹജ്ജിന് പുറപ്പെട്ട ആൾക്കാരെയും കൂടിയും പലരുടെയും മനസ്സിലെന്താന്ന് വിചാരിച്ചാൽ എനിക്കതൊക്കെ ചെയ്യാനൊരു ഭാഗ്യം കിട്ടി, അൽഹംദുലില്ലാഹ്, അത് ചെയ്യൽ നമുക്ക് നിർബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ ഹജ്ജിന് അവിടേക്ക് എത്തുവാൻ ഇസ്തിതാഅത്ത്, അതിനുള്ള സാധ്യത ശരീരം കൊണ്ടും അതേപോലെ തന്നെ പണം കൊണ്ടൊക്കെ സാധിക്കുന്ന ആൾ, ഫമനിസ്തതാഅ ഇലൈഹി സബീല, സാധിക്കുന്ന ആൾ അത് ചെയ്തേ പറ്റൂ. ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന കാര്യം എന്താ? വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ശരിക്കും ഹജ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരാള് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അവൻ വിശ്വാസിയായാണോ മരണപ്പെടുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അത്രയും പ്രാധാന്യപൂർവ്വം ബുനിയൽ ഇസ്ലാമു അല ഹംസ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത്. സാധിക്കുന്ന ഒരുത്തൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ നിസ്കരിക്കാത്തവനെ പോലെ തന്നെയാണ് അവൻ. സാധിക്കുന്ന ഒരുത്തൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവനെ പോലെ തന്നെയാണ് അവൻ. അത്രയും പ്രാധാന്യമുള്ളതാണ് ഹജ്ജ്. അപ്പൊ നിർബന്ധമായ ഒരു കർമ്മം നിർവഹിക്കുന്നു എന്നുള്ള ഒരവസ്ഥ പ്രായപൂർത്തിയെത്തിയ മുസ്ലിമായ സാധിക്കുന്ന ബുദ്ധിയുള്ള ഒരാളുടെ മേൽ നിർബന്ധമായ കാര്യമാണ് ഹജ്ജ്. ഇപ്പോൾ സാധാരണ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ഹജ്ജിന് പുറപ്പെടുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇപ്പൊ തന്നെ പോകണമെന്ന് ചോദിക്കും. നമ്മളടുത്ത് നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ കഴിച്ച് പണം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നിർവഹിക്കേണ്ട കാര്യം ഹജ്ജ് തന്നെയാണ്. പിന്നെ വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ അമല് ജീവിതത്തിൽ ചെയ്യാൻ പറ്റൂ, അമലുകളെ കൊണ്ട് പ്രയോജനം കിട്ടുന്ന കാര്യത്തിൽ ഏറ്റവും അധികം പ്രയോജനമുള്ള പ്രവർത്തനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്താലും നമുക്ക് പ്രതിഫലങ്ങൾ ഇരട്ടിച്ചിരട്ടിച്ചു കിട്ടും. മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചാൽ സാധാരണ പള്ളിതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് എന്ത് പ്രതിഫലം. ശരിക്കെന്നൊക്കെ പറഞ്ഞാൽ അവിടെ അറഫയിലൊക്കെ നിന്നുള്ള പ്രാർത്ഥനന്റെ രംഗങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ എന്താ വെച്ചാൽ നമ്മൾ അവിടേക്ക് എത്തി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയണം എന്നുള്ള ആ ഒരു വിചാരമാണ് നമ്മൾ മനസ്സിലുണ്ട്. അവിടേക്ക് എത്തിന്റെ ഇടയ്ക്കുള്ള തടസ്സങ്ങളോ വിഷമങ്ങളോ ഒന്നും നമ്മൾ ആലോചിക്കരുത്. അതേപോലെ തന്നെ ഹജ്ജിന് പോണ ആളുകൾ ബുദ്ധിമുട്ടാൻ തയ്യാറാവും. ബുദ്ധിമുട്ട് ഒഴിവാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ട് എന്ത് വന്നാലും ഞാൻ ഏറ്റെടുക്കുന്നുള്ള മനസ്സാ വേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചു, റസൂലിനോട് ചോദിക്കാണ് ആയിഷ ബീബി, യാ റസൂലല്ലാഹ് തറൽ ജിഹാദ് അഫ്ളൽ അമൽ, റസൂലെ ഈ യുദ്ധം ചെയ്യലല്ലേ ഏറ്റവും നല്ല പ്രവൃത്തി? അള്ളാഹിന്റെ ഭാഗത്ത് യുദ്ധം ചെയ്യലാണല്ലോ ഏറ്റവും നല്ല പ്രവൃത്തി. അങ്ങനെയാണെങ്കിൽ അഫലാൻ ഉജാഹിദു, പെണ്ണുങ്ങളായ ഞങ്ങൾക്ക് അങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും ഒരു അവസരമില്ലല്ലോ എന്ന് ആയിഷ ബീബി നബിയോട് ചോദിക്കാൻ. അപ്പൊ നബി പറഞ്ഞു, ലാകിന്ന അഫ്ളൽ ജിഹാദ് ഹജ്ജുൻ മബ്റൂർ. എന്നാലേ ആയിഷ നീ മനസ്സിലായിക്കോ, ഏറ്റവും വലിയ ജിഹാദ് എന്താന്ന് വെച്ചാൽ, അതായത് യുദ്ധത്തിന് വാളും പരിചയവുമായി പോകുന്നതിനേക്കാളും വലിയ ജിഹാദ് എന്താ വെച്ചാൽ ഹജ്ജിന് പോയതാണ്. ഹജ്ജിന് പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു ജിഹാദാണ് ഹജ്ജ് എന്ന് റസൂൽ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ചിലപ്പോൾ എന്താണെന്ന് ഇപ്പോഴത്തെ പിന്നെ സൗദി അറേബ്യന്റെ സംവിധാനങ്ങളും നമ്മളൊപ്പം പോണ ആൾക്കാരൊക്കെ സഹായിച്ചും സഹകരിച്ചും ചിലപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞു വരും. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ സഹിക്കുന്നു നമ്മൾ തീരുമാനിച്ചാൽ എന്താവും, നമുക്ക് അതിന്റെ കൂലിയാണ് കിട്ടിപ്പോരും. ആളുകൾ പലപ്പോഴും ഹജ്ജിന്റെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ പോണ ആളുകൾ ഏത് പിന്നെ ഗവൺമെന്റ് ഗ്രൂപ്പ് പോയാലും പ്രൈവറ്റിലാണെങ്കിലും ഒക്കെ ചെറിയൊരു വിഷമം വരുമ്പോൾ അതിങ്ങനെ പറയും. പിന്നെ ചോദിക്കില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, ഭക്ഷണമൊക്കെ നേരെ കിട്ടുന്നില്ലേ, ഇതൊക്കെ അന്വേഷിക്കുക. സഹോദരങ്ങൾ, അതൊന്നും അവിടുത്തെ കാര്യത്തിൽ എന്താ ഒരു പ്രധാന വിഷയമായിരിക്കേണ്ട കാര്യം. അപ്പൊ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാൻ
പുണ്യം നിറഞ്ഞ ഹജ്ജാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് റസൂൽ പറഞ്ഞിട്ട് ഒരു ജിഹാദിന്റെ കൂലി കിട്ടാവുന്ന ബുദ്ധിമുട്ടുകൾ യാത്രയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടി വരും നമ്മൾ വിചാരിക്കും. പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്ത് വരാൻ കഴിയുന്ന ഒരാളുടെ ഭാഗ്യം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ ഹജ്ജിന്റെ പ്രതിഫലത്തെക്കുറിച്ച് നിങ്ങൾ ആവർത്തിച്ച് കേട്ട ഹദീസ് മതി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുക് റജഅ കയൗമി വലദതുഹു മുഹ്നൻ. ഈ ഹദീസിന്റെ അർത്ഥം ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് പൂർണ്ണമായി മനസ്സിലാവില്ല എന്നറിഞ്ഞാൽ, ഹജ്ജിന് പോകുന്നവനോട് ഉമ്മ പ്രസവിച്ചതുപോലെ ആകും അവൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ 2 നിബന്ധന അവിടെ വെച്ചു. ഞാൻ പറഞ്ഞ, നിങ്ങൾ മനാസിക്കുൽ ഹജ്ജ് പഠിക്കുന്നതിനേക്കാളും പ്രധാനത്തിൽ നിങ്ങൾ ഈ ഹദീസ് ഓർത്തു വെക്കണം. എന്താ പറയണ നിങ്ങൾ? ഫലം യർഫുസ് വലം യഫ്സുക്. എന്താണ് യർഫുസ്? പിന്നെ റഫസും ഫുസുക്കും. ഇതിൽ പെടാത്ത ഒരു തെറ്റില്ല, എന്ന് പറഞ്ഞു. യർഫുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നീച വൃത്തികൾ. ശരിക്ക് അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും തമ്മിലുണ്ടാകുന്ന ഇടപഴകൽ മൂലമുണ്ടാകുന്ന നോട്ടങ്ങളും സംസാരങ്ങളും ബന്ധപ്പെടലുകളും തൊടലുകളും എല്ലാം അതിൽപ്പെടും. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് പോയാൽ സഹോദരങ്ങളെ, യാത്രയായാലും വിമാനത്തിലായാലും നമ്മുടെ ഹറമിലായാലും ഒക്കെ എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളെയും വേഷം നമുക്ക് നന്നാക്കാൻ പറ്റൂ. നമ്മൾ സുജൂദ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആണുങ്ങൾ പിന്നെ സ്ത്രീകൾ വന്നിട്ടുണ്ടാവും. അത് ജമാഅത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല നമുക്ക്. നമ്മൾ അവിടെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളെ തൊട്ട് ബാക്കിൽ നിൽക്കും. ഇപ്പൊ സംവിധാനം ചെയ്യുന്ന സഹോദരൻ, സ്ത്രീകൾക്ക് പ്രത്യേകമായ ഏരിയ ഉണ്ട്. അത് ഭംഗിയായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ആദ്യ ഒരു സ്ഥലം കാണിച്ച് അവിടെ നിർത്തിയാൽ നിങ്ങൾ പോരിനെ വരെ ഹറമിൽ അവരവിടെ നിന്നോളും. എന്നും ഇങ്ങനെ സ്ഥലം കാണിച്ചു കൊടുക്കാൻ നിൽക്കല. ഇനി ഡോറിന് നമ്പർ ഉണ്ടാവും, ഒന്ന് വെറുതെ ഓർത്ത് വെക്കും ചെയ്താൽ മതി. നമ്മളെ സ്ത്രീകൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരാൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിലാക്കണം. പിന്നെ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും ആ മഫ്ത ഒന്ന് മേലൊക്കെ മാറത്തൊന്ന് കയറ്റിട്ട്, ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എന്തെങ്കിലും നിലക്ക്, ഞാൻ പറഞ്ഞ ഈ ഒരു മാസം 10 ദിവസവും കണ്ണും കാതും കാത്തു രക്ഷിക്കാൻ കഴിയുന്നവൻ തന്നെയാണ് പ്രതിഫലം പറഞ്ഞത് കേട്ടോ. മല്ലം യർഫുസ് വലം യഫ്സുക്. നോക്ക് നിങ്ങൾ, ഇതേ കാര്യം ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാം എങ്ങനെ, അതിന്റെ തവാഫ് എങ്ങനെയെന്ന് പഠിക്കുന്നതിനേക്കാളും പ്രാധാന്യത്തിൽ ഇത് പഠിക്കണം എന്ന് എനിക്ക് പറയുന്നത്. അൽ ഹജ്ജു അശ്ഹറു മഅലൂമാതുൻ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് നിർണയിക്കപ്പെട്ട മാസങ്ങളിലാണ്. അതൊക്കെ സമയത്തും സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ആരെങ്കിലും ഹജ്ജ് സ്വന്തം നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഫലാ റഫസ, റഫസ് പാടില്ല. റഫസ് ഈ പറഞ്ഞതാണ് റഫസ്. ഫലാ ഫുസൂഖ്, ഫുസൂഖാണ് എന്താ? തെറ്റ്. ഒരന്യനെ ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ നാവ് കൊണ്ടോ കൈ കൊണ്ടോ കാല് കൊണ്ടോ ഒന്നും അറിഞ്ഞുകൊണ്ട് ഒരാളെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ തർക്കിക്കുകയോ ഒന്നും ചെയ്യാതെ ക്ഷമയുടെ അങ്ങേയറ്റത്തെ ശക്തി കൊണ്ട് ഇവിടുന്ന് പോയി തിരിച്ചു വരുന്നവരെ കണ്ണും കാതും സൂക്ഷിച്ച് പാപങ്ങളില്ലാതെ അത് പൂർത്തിയാക്കാൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ്. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. അത് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനമായ. അല്ലാഹു റസൂൽ പറഞ്ഞു, നോക്ക് നിങ്ങൾ, മൻ ഹജ്ജ, ഒരുത്തൻ ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുക്, അവൻ റഫസുകൾ ചെയ്തില്ല, ഇതുപോലെയുള്ള നീച വൃത്തികൾ ചെയ്തില്ല, വലം യഫ്സുക്, അവൻ തോന്നിവാസങ്ങൾ ഒന്നും ചെയ്യാതെ ചെയ്താൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച മകനെ പോലെ തിരിച്ചു വന്നു എന്നാണ്. അതിന് നിബന്ധന ഇതല്ലേ വെച്ചത്? ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാവണം ഹജ്ജിന്. അപ്പൊ ഞാൻ പറയാം, യാത്രക്ക് പോകേണ്ട മുന്നേ പദസവ്വതു തക്കുവ, നല്ല ഈമാൻ ഇപ്പൊ തന്നെ എന്തായാലും കണ്ണും കാതും ഒക്കെ സൂക്ഷിച്ച് പരമാവധി അങ്ങനത്തെ കാഴ്ചകളും ചിന്തകളും ഒക്കെ ഒഴിവാക്കി മനസ്സിനെ പരിശുദ്ധമാക്കി എന്തിനേയും നേരിടാനുള്ള മനക്കരുത്തോടുകൂടെ സംശുദ്ധമായ ഹൃദയവുമായി തിരിച്ചു വരും. ഇതെന്താ? അറഫയിലും മുസ്ദലിഫയിലും റസൂലുള്ളാഹിന്റെ കൂടെ ഫളൽ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുണ്ട്, അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിരുന്നു ഹജ്ജിന്റെ സമയത്ത്. അപ്പൊ ഫളൽ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയതാണ്, റസൂലുള്ള കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നാണ്. ഹജ്ജിന്റെ സമയത്ത് ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്, നമ്മളെ സൂക്ഷിക്കണം. ഇപ്പൊ ചിലപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ വേറെ സംവിധാനിക്കാൻ പറ്റും. ചിലപ്പോൾ ഗവൺമെന്റ് ഗ്രൂപ്പുകളിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരേ റൂമിലൊക്കെ നമ്മൾ ഒന്നിച്ചു കൊടുക്കും, 10 ആളോ 5 ആളോ ഒന്നിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താവും അവിടെയൊക്കെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ചിലപ്പോൾ ഇടകലർന്ന് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും. പക്ഷെ എന്തുണ്ടെങ്കിൽ നമുക്ക് തക്കുവുണ്ടെങ്കിൽ ലിബാസു തക്കുവ ദാലിക ഖൈർ, നമുക്ക് തക്കുവന്റെ വസ്ത്രം നമ്മളെത്തുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്ന് നമ്മുടെ ഒരു തിന്മയും നമ്മൾ സംഭവിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഹജ്ജിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹാജി എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ യാത്ര സംഘമാണ്. അതുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിന്റെ കൈകളിലാണ് ഞാനും നിങ്ങളും. രോഗത്തെയോ അവിടുത്തെ ഒറ്റപ്പെടലിനെയോ വിഷമങ്ങളെയോ ഒന്നും ആലോചിക്കുക വേണം. അതൊക്കെ പടച്ചോൻ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെയും നിഷ്ഠയുള്ള ആളുകളെയും അവനിൽ ഭരമേൽപ്പിച്ചവനെയും അവൻ എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഒരു വിഷമമല്ല തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ വിശ്വസിക്കുക. പിന്നെ ഒന്നും തരും, സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും. ഇതിന്റെ പേരിൽ എന്ത് സഹിച്ചാലും സ്വർഗമാണ് വേണം. സ്വർഗം തരാന്നാണ്. അൽ ഉംറത്തു ഇല ഉംറ, ഒരു ഉംറ കഴിഞ്ഞ അടുത്ത ഉംറ വരെയുള്ളത്. കഫാറത്തുൽ ലിമാ ബൈനഹുമാ, അതിന്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. വൽ ഹജ്ജുൽ മബ്രൂർ, തെറ്റുകളൊന്നും സംഭവിക്കാതെ പൂർത്തിയാക്കപ്പെടുന്ന ഹജ്ജിന് ലൈസ ലഹു ജസാ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലമില്ലാതാണ്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന പൈസയും നമ്മുടെ ഈ അധ്വാനമൊക്കെ പരിഗണിച്ച് നമ്മൾ അവിടെ പോയി തിരിച്ചു വന്നാൽ ഒരു സ്വർഗം വാങ്ങാൻ ഈ 10-40 ദിവസത്തെ അതിശക്തമായ സൂക്ഷ്മത കൊണ്ട് സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ, ചെറിയ ശ്രദ്ധയ്ക്ക് വേണ്ടി, ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് നഷ്ടപ്പെടുത്താതിരിക്കണം. ഇനി നമ്മൾ തുടങ്ങാം. ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് യാത്രയെക്കുറിച്ചൊന്ന് പറയാം. യാത്രാ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ പറയും. യാത്രാ ഒരുക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ കപ്പലിൽ പോകുന്ന ആൾക്കാർ എന്ത് വെച്ചാൽ മരിച്ചു പിരിയണ കോലത്തിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കരയണ മാതിരി കരഞ്ഞിട്ടും ചോറിച്ചു കൊടുത്തിട്ടും ആണ്ടൊക്കെ കഴിച്ചിട്ടാണ് പോവുക. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായ യാത്ര. ഒരു സാധാരണ ഇപ്പം നമ്മൾ എറണാകുളത്ത് പോവുകയാണെങ്കിൽ 5 മണിക്കൂർ ബസ്സിലിരിക്കണ ബുദ്ധിമുട്ട് എന്തായാലും ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പന്നെ. അപ്പൊ അതുകൊണ്ടെന്താ വെച്ചാൽ അങ്ങനത്തതല്ല കാര്യം. ഇതിലേറെ വെച്ചാൽ ഒന്നെന്താ വെച്ചാൽ എനിക്ക് വേണം തരും, നമ്മൾ ഈ പിശാചിത് നഷ്ടപ്പെടുത്തുക ഒക്കെ ഒത്താലും പിശാച് നഷ്ടപ്പെടുന്നവരും. ഈ യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ഞമ്മക്കെന്നെ ഇങ്ങനെ തോന്നും തരും, എനിക്കെന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടി, ഇവർക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു മഹിമ നമ്മളെ പറ്റി തോന്നികളും മറ്റുള്ള ആൾക്കാരുടെ അടിയിലേ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹാജിയാകാൻ പോകുന്നു എന്നുള്ളതിലുള്ള ഒരു മതപരമായ നിലക്കുള്ള ഒരു സൗഭാഗ്യം എന്നതിലുപരി എന്താണ്, ഭൗതികമായി എന്താണ്, ഒരു 1 ലക്ഷമൊക്കെ ചെലവാക്കാനുള്ള കൂട്ടത്തിലാണ് ഞാനെന്നും അങ്ങനെയൊക്കെ ചെയ്തവനാണെന്നുള്ളൊരു ബോധവും ഒരുങ്ങേണ്ട മുന്നേ മനസ്സിൽ വന്നു പോകുന്നത് കാത്തു സൂക്ഷിക്കാൻ. കാര്യമാലും ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ റിയാവ് വരും. അതാണ് ഞാൻ പറഞ്ഞില്ല. അതാണ് ഇപ്പൊ ഉസ്മാനിനോട് പറഞ്ഞത്, നമ്മളിങ്ങനെ നാട് നീളെ വണ്ടി വിളിച്ച് പോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു എന്തേ ഇപ്പൊ ഹജ്ജിന് പോയത് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് വെച്ചാൽ അതിപ്പോ അങ്ങനെ എല്ലാരെയും അറിയിച്ചു പോകേണ്ട ഒരു പരിപാടി അല്ലല്ലോ എന്ന് കുറച്ചാൾക്കാർ മറുപടി പറയാത്തത് കൊണ്ട് അത് ആൾക്കാരെങ്കിലും ചോദിക്കണേ അല്ലേ? ആരും പറയില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതങ്ങനെ നമ്മളിങ്ങനെ ഒരു ആരാധനയല്ലേ. ഇപ്പൊ നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാരെയും വിളിച്ചിങ്ങാണ്ട് ഞാൻ നിസ്കരിക്കാൻ പോകും. ഒരു യാത്ര എന്നുള്ളൊരു ഘടകത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഒരു യാത്ര ചോദിക്കാന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അപ്പൊ അടുത്ത ആൾക്കാരെയും ബന്ധുക്കളെയും ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിക്കണം, അതിനുള്ള ഉപദേശങ്ങൾ തേടണം എന്നതിലുപരി. അത്രേ ഉള്ളൂ. രണ്ടാമത്തൊരു കാര്യം എന്താ പറയുക, നമുക്ക് വല്ല വസീയത്തും ചെയ്യാനെങ്കിൽ ചെയ്യാം. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും കുട്ടികളും മക്കളും പേരെ കുട്ടികളൊക്കെ ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ വല്ല അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ മരിക്കും വിചാരിച്ചിട്ടല്ല, ഒരു യാത്രയല്ലേ നമ്മൾ അല്ലേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും നമ്മൾ നാട്ടിലല്ലാത്തതുകൊണ്ട് അപ്പൊ പറയാൻ പറ്റില്ല, മനസ്സിലേ. മറ്റേപ്പോ നമുക്ക് എന്താ വെച്ചാൽ ബുദ്ധിമുട്ടോ വേദന തോന്നുമ്പോൾ മക്കളെ വിളിച്ചങ്ങാണ്ട് അല്ലെങ്കിൽ ഭാര്യനെ വിളിച്ചങ്ങാണ്ട് വാപ്പനെ വിളിച്ചിട്ടൊക്കെ പറയാൻ പറ്റും ഇങ്ങനെയൊക്കെ കുട്ടികളെ. വല്ല വസീയത്തുകളും പറയാണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ വസീയത്തിൽ പറയണം. ഉദാഹരണം പറയുകയാണെങ്കിൽ മകൻ മരിച്ചുപോയി, മകന്റെ കുട്ടികളുണ്ട്, അവർക്കെല്ലാം സ്വത്തിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ഇത്ര ആൾക്ക് നമ്മളൊക്കെ കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ആൾക്കൊന്നൊന്ന് ശരിയാക്കണം, കടങ്ങളൊക്കെ നമ്മളെ തീർക്കാണ് നല്ലത്. ഇനി അഥവാ അങ്ങനത്തെ വല്ല പൂർണ്ണമായും നമ്മുടെ അധികാരത്തിൽ വരാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏൽപ്പിക്കേണ്ട ആൾക്കാരെ ഏൽപ്പിക്കാൻ എന്താവരുത്, മറന്നു പോകരുത് വസീയത്തുകൾ. കാരണം അത് നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, പിന്നെ നേരത്തെ പറഞ്ഞ ഇടപാടുകൾ തീർക്കുക. ഇടപാട് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു കടവും ഇല്ലാതെ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റിക്കോളന്നില്ല. നമ്മളിപ്പോൾ ഒരു മസാല കച്ചവടക്കാരനാണെങ്കിൽ പോലും എന്തുണ്ടാവും, അയാൾക്ക് കുറച്ച് വരാണ്ടാവും, കുറച്ച് കൊടുക്കാണ്ടാവും, അപ്പുറത്ത് കൊടുക്കാണ്ടാവും. അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തീർത്തും ബാക്കിയുള്ള ഇടപാടുകാരോടൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുങ്ങാട്ടും എന്ത് ചെയ്യുക, ഏർപ്പാടാക്കി ഇങ്ങോട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന ഘടകം. അതേപോലെ തന്നെ എന്താ പറയുക, വേറൊരു കാര്യം, നമ്മൾ നമ്മുടെ യാത്രാ സമയത്ത് ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. ഒരാൾക്കും നമ്മളുടെ യാത്ര ഒരു ബുദ്ധിമുട്ടോ പ്രയാസവുമായി വരാത്ത ഒരവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണമെന്നാണ്. പിന്നെ യാത്ര നിങ്ങൾക്കറിയാലോ, യാത്രയിൽ പിന്നെ അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരു സന്ദർഭമാണ് എപ്പോഴെങ്കിൽ യാത്ര. യാത്രയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അള്ളാഹ് തട്ടിക്കളയില്ല. ദുആഉൽ മുസ്തജാബാത്ത്, ഉത്തരം കിട്ടുന്ന ദുആകളിലൊന്ന്. നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇവിടെ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കയറി തിരിച്ചു വരുന്നവർ പടച്ചോനോട് ചോദിച്ചാൽ പടച്ചോൻ തരും. കാരണം യാത്രക്കാരൻ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു പ്രാധാന്യം ഈ യാത്രക്ക് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ പരമാവധി നന്മ വർദ്ധിപ്പിക്കുക. നന്മ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലൊരു മുസാഫ് ഉണ്ടാവും, നമ്മളതിൽ ഇങ്ങനെ അടയാളം വെക്കുക, അല്ലെങ്കിൽ ഓദ്യെത്തിയ ആയത്തിന്റെ അടുത്ത് നമ്പർ എഴുതിയേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എയർപോർട്ടിൽ ഇങ്ങനെ 10 മിനിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ 10 മിനിറ്റ് ഇരിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ എന്ത് ചെയ്യുക,
അപ്പൊ ഒന്ന് മുസാഹിബ് നിർത്തിയിട്ട് ഒരു 10 ആയത്ത് ഓതുക. ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു ക്രമം, നമ്മളെ പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സമയക്രമം ചോദിച്ചിട്ട് എവിടെ നമുക്ക് ഈ ഫോണിലേക്ക് സമയം കിട്ടുമോ അതൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി യാത്രക്കിടയിലെ സമയങ്ങളെയും അസൗകര്യങ്ങളെയും ഒക്കെ പുണ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ പോകുമ്പോൾ നല്ലൊരു കൂട്ടുകാരൻ നല്ലതാണ്. നല്ലൊരാള് കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് നമ്മൾ ആദ്യം ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ തന്നെ കൂട്ടുകാരനാകേണ്ടതാണ് പറയുന്നത്. പക്ഷേ ആദ്യം ഇങ്ങനെ ബന്ധം, ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിലൊന്നും അല്ലാതെ പോകണോ രണ്ടാണ് തന്നെ നമ്മളിങ്ങനെ ബന്ധപ്പെട്ടു. അത് നമ്മൾ ദീനിയായ നിലക്ക് നമ്മളെ എന്താകും സഹായിക്കും, ഉപദേശം തരുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലും കുറഞ്ഞ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്താൽ എല്ലാ സന്ദർഭത്തിലും നമുക്കത് ഉപകാരപ്പെടും. നല്ലൊരു കൂട്ടുകാരൻ. 3 ആളുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ അമീറാക്കണം എന്ന്. 3 ആൾ ഒന്നിച്ചു പോകുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് നടത്തേണ്ടത് പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യും. പിന്നെ എന്താ അറിയും, നമ്മൾ നാട്ടിലൊക്കെ എന്തെങ്കിലും സ്വാഭാവികമാണ്, പക്ഷെ യാത്രയിൽ നമ്മൾ നല്ല സ്വഭാവക്കാണ്. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യക്കോ നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ വിഷമം വരിക എന്നുണ്ടാൽ പിന്നെ ആരും എന്തും പറയാനാണ് ആൾക്കാർ പൊതുവെയുള്ള സ്വഭാവം. ചിലപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു ഡോക്ടറൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, കുറച്ച് സമയം ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞ് സമയത്ത് അയാളെ ഭാര്യക്ക് കുട്ടിയൊക്കെ അസുഖം വന്നാൽ പിന്നെ മുമ്പിൽ വെറുതെ കൂല, കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ വരും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവും. പക്ഷെ അപ്പോഴേക്കിനും എല്ലാ സ്വഭാവങ്ങളും എടുത്തിട്ടിട്ട് എല്ലാം പറയാവുന്ന മാക്സിമം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിക്കും. ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്വഭാവം എന്ത് വന്നാലും ക്ഷമിച്ചും സഹിച്ചും ആരെങ്ങനെ സംസാരിച്ചാലും അയാളുടെ എതിര് പറയാത്ത രൂപത്തിൽ ക്ഷമയും വിട്ടുവീഴ്ചയുമായിട്ട് പോവുക. പിന്നെ നമ്മളെന്താ വെച്ചാൽ പിന്നെ പ്രാർത്ഥന. യാത്രക്കാരനൊരു പ്രാർത്ഥന ഉണ്ട്. ഞാൻ പറഞ്ഞെങ്കിൽ എവിടെ നിന്ന് ചെറിയ പുസ്തകം കിട്ടിയാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് പഠിപ്പിക്കാൻ വയ്യ, കാരണം അതിന്റെ സമയം അനുവദിക്കൂലല്ലോ. സാധാരണഗതിയിൽ നമ്മൾ യാത്രയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയാലോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. അത് പറഞ്ഞാൽ അള്ളാഹു പിന്നെ തിരിച്ചു വരുന്നേ വരെ നമ്മളെ കാര്യം ഏറ്റെടുത്തുന്ന എല്ലാ സംരക്ഷണവും അള്ളാഹു തരും. പിന്നെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് പലരും പറയാറുണ്ടെങ്കിലും അത് ഹദീസുകളിൽ സ്ഥിരപ്പെടാത്തതും അത് പ്രമാണങ്ങളോട് യോജിക്കാത്ത കാര്യം. തിരിച്ചും 2 റക്അത്ത് സുന്നത്ത് പറയുന്നുണ്ട്. വല്ലത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറപ്പെടുന്ന നമുക്ക് തിരക്കണമൊന്നുമില്ല, അല്ലേ? അത്രേ ഉള്ളൂ. അല്ല അതിനൊരു പ്രത്യേക നമസ്കാരം പരിപാടി ഒന്നുമില്ല. ഏതായാലും വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറയും. അതൊക്കെ ഈ പ്രാർത്ഥനാ പുസ്തകത്തിന്റെ ഓടും. പിന്നെ അത് ഞാൻ ഇപ്പം പറയാം. ആൾക്കാരെ ബുദ്ധി കുറേ ചെല്ലി പഠിക്കാണ്ടെന്ന ഹജ്ജിന് പോകാൻ ഒന്നും ചെല്ലി പഠിക്കാനില്ല കേട്ടോ. വെറുതെ ഞാൻ അതിന്റെ പേരിൽ ടെൻഷനാണ്. എന്തൊക്കെ പ്രാർത്ഥിക്കാൻ. അതാണ് ഹജ്ജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അതാണ് എന്നറിഞ്ഞാൽ ആകെപ്പം നമ്മൾ വരാൻ പോകുന്നുണ്ട്. തവാഫ് ചെയ്യുന്ന സമയത്ത് ആകെ റുക്കുൻ യമാനിന്റെയും ഹജറുൽ അസ്വദിന്റെയും അടിയിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും ഒക്കെ ആർക്കും അറിയാത്തതാ ദുആ? എല്ലാവർക്കും അറിയില്ല, എല്ലാവർക്കും അറിയും. അതിന്റെ പുറമെ ഒരു ദുആ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, പ്രത്യേക പുണ്യമുള്ള ദുആ ഉണ്ട്, അത് തവാഫ് ചെല്ലേണ്ട ദുആയാണെന്ന് വിചാരിച്ചാൽ അത് സുന്നത്തിന്റെ അപ്പുറത്തായി വിചാരിക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ആ സഫാ മർവയിൽ കയറുന്ന സമയത്തുള്ളതുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് സമയത്ത് ഞാൻ പറയാം. അത് വളരെ സെക്കൻഡ് കൊണ്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളുള്ളൂ. പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അറഫയിലും മുസ്ദലിഫയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ കാര്യം പറയാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ദിക്റും ദുആയും ചെല്ലാൻ വേണ്ടി അള്ളാഹു റസൂൽ നമുക്ക് ഒഴിവാക്കിയിട്ട് എന്തൊക്കെയാണ്. പിന്നെ നമ്മളത് ബുദ്ധിമുട്ടാക്കരുത്. ചില ആളുകൾ ആ ദുആന്റെ ചാൻസ് ആളുകൾക്ക് പോകണം നിങ്ങൾ കാണണം. തവാഫൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ തവാഫ് നമുക്ക് വേണമെങ്കിൽ ഒരു തവാഫ് ഞമ്മടി പ്രാർത്ഥിക്കാം, ഒരു തവാഫ് നമ്മളെ കൂട്ടിട്ട് പറയാം. തവാഫിന്റെ സമയത്ത് നമുക്ക് ഇഷ്ടം പറയാം, ഇഷ്ടമുള്ള ആയത്തോതാ, ഇഷ്ടമുള്ള ദിക്ർ ചെല്ലാം ഒക്കെ പറ്റും. ഈ സമയത്ത് എന്താ ചെയ്യാറെങ്കിൽ അറബ് ഇതുവരെ കേൾക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. ഓരോ പുസ്തകം മുന്നിൽ ഒരാളും കൈ പിടിക്കും. എന്നിട്ട് പടച്ചോനെ ഇവിടുന്നൊക്കെ പോയ സ്ത്രീകളുണ്ടാവും, എവിടുന്നോ വാങ്ങിക്കൊടുന്ന പുസ്തകം വെച്ച് ഇങ്ങനെ വായിക്കും. ഇതിറ്റൊക്കെ ഇത് വായിക്കാനും കിട്ടൂല, മനസ്സിലാക്കാനും കിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഈ തവാഫിന്റെ ഏറ്റവും നല്ല പ്രാർത്ഥനാ സമയം അത് വായിച്ചാൽ തീരും. അറഫയിലൊക്കെ ഉണ്ടല്ലോ അള്ളാഹു ആകാശത്തുനിന്ന് മലക്കുകളോട് ഇതാ എന്റെ അടിമകൾ ഒന്നിച്ചു വന്നിരിക്കുന്നു പറഞ്ഞ അള്ളാഹു അഭിമാനം പറയുന്ന സമയത്ത് അറഫയിലൊക്കെ എന്ത് ചോദിച്ചാലും നേരിട്ടിരിക്കുന്ന സമയത്തുണ്ടാവും ഒരു നേതാവ് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു കൊടുക്കും, ബാക്കിയുള്ളവർ വിളിച്ചുകൊടുക്കും, അങ്ങനെ വേറൊരു പ്രാർത്ഥിക്കും, അത് വായിക്കും. സഹോദരങ്ങൾ അവിടെയൊക്കെ 2 കൈ ഉയർത്തിയിട്ട് കഅബക്ക് നേരെ തിരിഞ്ഞായിട്ട് പറഞ്ഞാൽ ആ പറയണതൊക്കെ കിട്ടും. ഈ അവസരമൊക്കെ ഈ ഇല്ലാത്ത ദുആ പഠിക്കുന്നവർക്ക് പോകുന്ന ഞാൻ പറയണത്. എന്താ പഠിച്ചാന്നാ ഇവിടെ പഠിക്കുന്ന ആൾക്കാർക്ക് അതാ പോകും. അപ്പൊ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഖുർആനിലെ ഒരു ആയത്താണ് അത് ചെല്ലത് കഴിഞ്ഞിട്ട്. പിന്നെ പറയാം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫറിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള. എന്തൊരു നല്ല പ്രാർത്ഥന. നിങ്ങൾ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടി
ഒന്ന് ക്രോഡീകരിക്കാൻ നോക്കും. ഇവിടെ ചെറിയ പ്രാർത്ഥന പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്ന നസ്അലുക മിൻ സഫറിന ഹാദാ, അല്ലാഹുവേ ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അൽ ബിർറ, ഈ യാത്രയിൽ ഞങ്ങൾക്ക് നീ പുണ്യം തരണം, വത്തഖ്വ സൂക്ഷ്മത തരണം, വമിനൽ അമലി മാ തർളാ നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, സൗകര്യം ഏർപ്പെടുത്തണം. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറന ഹാദാ, അല്ലാഹുവേ ഈ യാത്രയെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണം. വത്വി അന്നാ ബുഅദഹു ഇതിന്റെ ദൂരം ഞങ്ങൾക്ക് കുറഞ്ഞ രൂപത്തിലാക്കി നീ തോന്നിപ്പിച്ചു തരണം റബ്ബേ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, ഈ യാത്രയിൽ ഞങ്ങളുടെ സംരക്ഷകൻ, ഞങ്ങളുടെ കൂട്ടുകാരൻ ആരാണ്? നീയാ. യാത്രയിൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തിട്ട് ആരാണ്? നീയാകുന്നു തമ്പുരാനെ. അതേപോലെ തന്നെ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കളും കുട്ടികളെ കൊണ്ട് അവരെ നോക്കുന്ന ആളും ആരെന്നെയാണ്? നീ തന്നെയാകുന്നു. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ, യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വകആബത്തിൽ മന്ദർ, കാണാൻ വിഷമമുള്ള രംഗങ്ങൾ കാണുന്നതിൽ നിന്നും, വസൂഇൽ മുൻഖലബ് വിഷമകരമായ ഒരു അവസ്ഥയിൽ തിരിച്ചു വരുന്നതിൽ നിന്നും, ഫിൽ മാലി വൽ അഹ്ൽ എന്റെ സ്വത്തിലും എന്റെ കുട്ടികളിലൊക്കെ എന്തെങ്കിലും വിഷമാവസ്ഥ കണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന അവസ്ഥയും നീ ഉണ്ടാക്കരുത് എന്നാണ്. ഇതൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. ചെറിയ പ്രാർത്ഥന ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതിയിരിക്കാൻ സംവിധാനമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതി തരാനും സാധിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ യാത്രന്റെ സമയത്ത് നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് വരെ എന്തുവാണെങ്കിലും പ്രാർത്ഥിക്കാനും പറയാനും പറ്റും. ശരി, യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയേണ്ടത്. നമ്മൾ തൽക്കാലം അതാണ് അവസാനിപ്പിക്കുക. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്താ പറയുക, ആദ്യമായി നമ്മൾ കിടക്കുന്നത് നമ്മൾ ഉംറയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. കാരണം ഉംറ ഹജ്ജിന്റെ ഭാഗമാണ്. അത് ഉംറയാണ് നമ്മൾ ആദ്യം നിർവഹിക്കപ്പെടുക. ഇപ്പൊ ഈ വർഷത്തെ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അറിയാലോ, നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് നേരിട്ട് എന്താണ് ജിദ്ദയിലേക്ക് സൗദി അറേബ്യയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് എന്ത് ചെയ്യണം, പോകണം. അല്ലാത്ത ആളുകൾക്ക് ഒരു പ്രശ്നമല്ല. എങ്ങനെയാണ് ഉള്ളത് വെച്ചാൽ അങ്ങനെ പോയി മദീനത്ത് ഇറങ്ങി പിന്നെ അവിടെ 2-3 ദിവസം താമസിച്ചിട്ട് മക്കത്തേക്ക് പോണ സമയത്തെ ഇഹ്റാമിനെ പറ്റി എന്താകേണ്ടതുള്ളൂ, ചിന്തിക്കേണ്ട ആവശ്യം. പിന്നെ പരിചയമില്ലാത്തവർ ചിലപ്പോൾ വിചാരിക്കും എന്താ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇഹ്റാം ചെയ്താൽ പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ടേ അത് അയക്കുള്ളൂ എന്ന് ചിലപ്പോൾ എന്താവും വിചാരിച്ചാൽ അങ്ങനെ വിചാരിക്കണം. അങ്ങനെ ചിന്തിക്കും വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ഉംറ കഴിയുന്നോട് കൂടെ എന്താവും, നമ്മള് തമത്തുവിന്റെ ഹജ്ജ് ചെയ്യാൻ പറയുന്നുണ്ട്. തമത്തുവിന്റെ ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ നമ്മൾ പഴയ മാതിരി തന്നെ, ഒരു പ്രശ്നമല്ല. പിന്നെ ദുൽഹജ്ജ് 8 മുതൽ 13 വരെ ആ 5 ദിവസേ പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കാര്യങ്ങൾ ഏർപ്പെടുന്നുള്ളൂ. അപ്പോഴേക്കിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം കൊണ്ട് ഹജ്ജ് 1000 വട്ടം പഠിക്കാനുള്ള സമയം ഉണ്ടാവും. ഇവൻ അപ്പോഴേക്കിന് നീട്ടിക്കണം എന്നല്ല, പക്ഷെ ഇവിടുന്ന് തന്നെ കയറുമ്പോഴേക്കും മുഴുവൻ പഠിഞ്ഞില്ലേ എന്നൊന്നും ബേജാറാകേണ്ട ആവശ്യമില്ല. വേണം അവിടെ ഇഷ്ടം പോലെ സമയം, വേറൊരു പണി ഉണ്ടാവില്ല. ഹജ്ജിനെ പറ്റി ചോദിക്കലും പറയലും സംസാരിക്കലും തന്നെ ഇഹ്റാം അവിടുത്തെ സമയങ്ങളിലാണ്. ശരി, എന്താണ് ഇഹ്റാം? ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയില്ല നമ്മള്. എന്താ തക്ബീറത്തുൽ ഇഹ്റാം? അതന്നെയാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കടയിലേക്കാരം എവിടെയെങ്കിലും അവിടെ ഇവിടെ കേൾക്കാരം, അത് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നതോടുകൂടെ എന്തായി, നിസ്കാരമല്ലാത്ത വേറൊരു പ്രവൃത്തി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഹറാമാക്കി എന്നാണ് ഇഹ്റാം എന്ന് പറഞ്ഞത്, അല്ലെ? ഹറാമാക്കുന്നല്ല. ഇനി നിസ്കാരത്തിലല്ലാത്തൊരു കാര്യം പിന്നെ ചെയ്യാൻ പറ്റില്ല. അതേമാതിരി നമ്മള് ഉംറയുടെയോ ഹജ്ജിന്റെയോ ഇഹ്റാമിൽ കടന്നാൽ ഇനി നമുക്ക് എന്തേ പറ്റുള്ളൂ, പഴയ പോലെയുള്ളതൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് എന്ത് ചെയ്യണം, അതിന് ദോഷകരമല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ദോഷകരമായ കാര്യങ്ങൾ ഒഴിവാക്കൽ എന്താണ്, നിർബന്ധമാണ്. അത്രയുള്ളൂ ഇഹ്റാം എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം അത്രയുള്ളൂ ഇഹ്റാമിൽ. പിന്നെ ഈ ഇഹ്റാമിന്റെ വേഷം ധരിച്ചതോടുകൂടെ ഇഹ്റാമിലാവൂല. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇഹ്റാം കെട്ടി പോരും, എയർപോർട്ട് സമയമില്ലെങ്കിൽ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കുളി കഴിച്ചു പോകാം. ഇഹ്റാമിന്റെ മുമ്പ് എന്തുണ്ട്, ഒരു കുളിയുണ്ട്. ഇഹ്റാമിന്റെ കുളി അറിയുമ്പോൾ ഒരു പ്രത്യേക കുളിയൊന്നുമല്ല, എപ്പോഴും നമ്മൾ കുളിക്കണ കുളി തന്നെയാണ്. പക്ഷെ സാധാരണ കുളിക്കുമ്പോഴും ആദ്യം ഒളിവ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുളിക്കേണ്ടത്. അത് പിന്നെ ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോഴും ഒരു കുളിയുടെ സുന്നത്ത് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒളിവ് എടുക്കണം. അങ്ങനെ ഇഹ്റാമിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാം. ഇഹ്റാമിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ത്, ഒന്ന് നമ്മൾ കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ ഇളവിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട, കുളിക്കാൻ പറ്റൂല നമുക്ക്. വെറുതെ അഥവാ ഏതെങ്കിലും ഒരാൾക്ക് കുളി പിന്നെ തീരെ ചിന്തിക്കാതെ വിചാരിക്കാതെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് അയാളുടെ ഇഹ്റാം ശരിയാകാതിരിക്കൂല. പക്ഷെ കുളി പ്രവാചകന്റെ മാതൃകയിൽപ്പെട്ടതാണ്, സുന്നത്താണത്, കുളിക്കണം.
പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഇഹ്റാമിന് വേണ്ടി ഒരുക്കം കഴിയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ ഇഹ്റാമൊക്കെ കണക്കും. നമ്മുടെ നഖങ്ങളൊക്കെ നന്നായി മുറിച്ച് ദേഹത്തെ രോമങ്ങളൊക്കെ വടിച്ചു കളഞ്ഞ രോമങ്ങളൊക്കെ വടിച്ചു കളഞ്ഞ് പൂർണ്ണമായും എന്താകുക ശൗച്യം ചെയ്ത് ശുദ്ധീകരിച്ച് ശരിയാവാണ്. അപ്പൊ നഖവും രോമങ്ങളും മുറിച്ച് കളയും. പിന്നെന്താ വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ബേജാറാകാനൊന്നുമില്ല. ഒരു 2 കാര്യം ചെയ്യാതെ നമ്മൾ എന്താ, ഒന്ന് നമ്മളെ കയ്യുറ ധരിക്കാൻ പറ്റില്ല, കയ്യിന് ഉറ ധരിക്കാൻ പറ്റൂല. അതേമാതിരി എന്ത് ചെയ്യാൻ പറ്റില്ല, മുഖം മറക്കാനും പറ്റില്ല. ബാക്കി ഏത് വേഷവും അവർക്ക് സ്വീകരിക്കാം, ഏത് വേഷവും സ്വീകരിക്കാം. അതുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വളരെ സൗകര്യമാണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് അഥവാ പോണ സമയത്ത് ഒരു സ്ത്രീ ആർത്തവകാരിയാണെന്ന് വിചാരിക്കുക, ആർത്തവകാരി അവർക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പോകുമ്പോൾ അവർ കുളിയൊക്കെ കഴിച്ച് ഇഹ്റാമിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഇഹ്റാം ചെയ്താൻ പോവുക. ഇഹ്റാം ചെയ്താൻ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്താൽ മതി, എല്ലാവരും ഉംറക്ക് പോണ സമയത്ത് അവർ തൽക്കാലം അവരുടെ റൂമിൽ ഇരുന്നാൽ മതി. എന്നിട്ട് കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല, അത് കഴിഞ്ഞ് അവർ ശുദ്ധിയായി കഴിയുന്നത് വരെയും ഇഹ്റാമിന്റെ മര്യാദ പാലിക്കാം. ഇഹ്റാമിന്റെ മര്യാദ പാലിച്ചിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഉംറ നിർവഹിച്ചാൽ മതി. ഒന്നും ചിന്തിക്കാല്ല, നമ്മളെ സാധാരണ വേഷം തന്നെയല്ലേ ഉള്ളത്. അവിടെ മുഖവും മറക്കാരും ഇനി ഒന്നും കാണാം. അപ്പൊ നമ്മൾ ആദ്യ സമയത്ത് എന്ത് ചെയ്യാം, നഖവും രോമങ്ങളൊക്കെ വൃത്തിയാക്കുക. പിന്നെ പുരുഷന്മാരെ സമരം പറ്റത്രേ പറ്റൂ. നമ്മൾ അടിവസ്ത്രം ധരിക്കുന്നില്ല, വെറും 2 തുണികൾ മാത്രം. ചിലപ്പോൾ എങ്ങനെയാണ് ധരിക്കുക, നമുക്ക് ധരിച്ചാൽ എന്താവും, ഒരു വിഷമമില്ലാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെന്താ വെച്ചാൽ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗിച്ചാൽ നമുക്ക് സംതൃപ്തി ആകണ വലിപ്പം വേണമെന്നുള്ളതാണ് അല്ലെ. എല്ലാവർക്കും ഒരേ വലിപ്പല്ലേക്കാൻ ആവശ്യം. അപ്പൊ നമ്മൾ പുതക്കാളതേക്കാരം പലപ്പോഴും വലിപ്പം അധികം വേണ്ടിയത്, കാരണം നമുക്കതിങ്ങനെ നന്നായിട്ട് ഇടാനും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഇത്ര ആ പുതിയതൊക്കെ നല്ല എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഇതിന്റെ സുന്നത്തായി പറയല്ല, വേണമെങ്കിൽ ഒന്ന് അലക്കി പുതിയ സാധനമാകുമ്പോൾ തോളിലിട്ട് എന്താവൂല, അത് ശരിക്കും അങ്ങോട്ട് നിൽക്കൂല. എപ്പോഴും ഇങ്ങനെ നിസ്കരിക്കുമ്പോഴൊക്കെ ഊരിച്ചാടി കൊണ്ടു. അപ്പൊ എന്താ വെച്ചാൽ നല്ല ഒന്ന് അലക്കി ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ നന്നാവും. പിന്നെ ഇനിയിപ്പോ വീട്ടിലുള്ള ഒരു നല്ല തുണി എടുത്തുകാണ്ട് എന്താണ് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റൂല കേട്ടോ. അതിനായിട്ടൊരു പുതിയ തുണി വാങ്ങി ഇടങ്ങേറാണ്ട് ആവശ്യം. പക്ഷെ വൃത്തിയും ശുദ്ധിയൊക്കെ ഉള്ള വസ്ത്രം ആയിരിക്കണം മാത്രം. അപ്പൊ തുന്നിയ വസ്ത്രം പാടില്ല, തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ നിരുത്സാഹപ്പെടും. തുന്നിയ വസ്ത്രം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഈ 2 തുണിയാകുമ്പോൾ പിന്നെ തുന്നിയ വസ്ത്രങ്ങൾ. പിന്നെ വെള്ള തന്നെയാണ് അഭികാമ്യം, വെള്ളയാണ് ഉപയോഗിക്കുക, വെള്ള തന്നെ ഉപയോഗിക്കുക. വെള്ള ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല, വെള്ളയാണ് ഉപയോഗിക്കുക. പിന്നെ ഇതൊന്നും കിട്ടാത്ത ആൾക്കാർക്കുള്ള വിദ്യയൊക്കെ വേണ്ട, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് കിട്ടൂലേ, പിന്നെ അതിന്റെ അപ്പുറത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു വെറുതെ സമയം കണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എന്താ വെച്ചാൽ സുഗന്ധം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ സുഗന്ധം ഒരിക്കലും വസ്ത്രത്തിലാവാതെയാണ് സുഗന്ധം പുരട്ടേണ്ടത്. സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, പുറത്തേക്ക് പിന്നെ സുഗന്ധം വമിക്കുന്ന സുഗന്ധങ്ങൾ ഏതായാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇപ്പൊ കുളിക്കുന്ന സമയത്ത് ഒരു സുഗന്ധമുള്ള ഒരു സോപ്പ് കൊണ്ടൊന്ന് കുളിച്ചു എന്ന് വിചാരിച്ചിട്ടില്ല, അതൊന്നും തകരാറില്ല. പുറത്തേക്ക് എന്താവരുത്, സുഗന്ധം വരാത്തവയാണെന്ന്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രത്തിലല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, സുഗന്ധം ഉപയോഗിക്കാം. ആ സുഗന്ധം പിന്നെ നമ്മൾ ഇഹ്റാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, എവിടെ ഉപയോഗിക്കാൻ പാടില്ല. ദേഹത്തുള്ള സുഗന്ധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിൽക്കുന്നതിന് വിരോധമല്ല എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാല് പിന്നെ ഈ ഇഹ്റാമിന് മുമ്പ് നിസ്കാരം ഉണ്ടോ, ഇഹ്റാമിന് മുമ്പ് പ്രത്യേക നമസ്കാരമൊന്നുമില്ല. ഒളു എടുത്തവർക്ക് വേണമെങ്കിൽ ഒളുവിന്റെ 2 സുന്നത്ത് എന്ത് ചെയ്യാൻ പറ്റും, 2 റക്അത്ത് സുന്നത്തിനാകും നിസ്കരിക്കാം. പിന്നെ ഉത്തമം എന്താന്ന് വിചാരിച്ചാൽ ഒരു ഫർദ് നമസ്കാരത്തിന് ശേഷം സാധിക്കുമെങ്കിൽ എന്താണ് ഇഹ്റാം ചെയ്യുന്നത് പിന്നെ നല്ലതാണ്. അത്ര ഒരു ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിനും വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സൗകര്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് മാത്രം. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇഹ്റാമിൽ നമ്മൾ പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തല മറക്കാൻ പറ്റില്ല, അറിയാലോ, തല തൊപ്പി വെക്കാൻ പറ്റൂല. അതേമാതിരി ഈ വേറെ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ നിൽക്കാൻ. പിന്നെ തല മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വാഹനത്തിന്റെ മേലെ അതിന്റെ മേലെ വിരോധമല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് കുട പിടിച്ചു വെച്ചിട്ട് വിചാരില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പണ്ഡിതന്മാരെ ചർച്ചയിൽ കാണാൻ പറ്റും, നമ്മൾ വല്ല ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തലയിൽ വെക്കുക എന്നുള്ളത് കൊണ്ട് എന്തില്ല, തകരാറില്ല. അങ്ങനത്തെ ഒന്നും അതിന് ദോഷകരമായി വരാത്ത കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇഹ്റാമിൽ നമ്മൾ എവിടുന്നാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം, ഇത് ഇഹ്റാമിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി ഇഹ്റാം എവിടുന്നാണ് ചെയ്യേണ്ടതെന്നാണ് കാര്യമല്ല. മീക്കാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് നിശ്ചയിച്ചു തന്ന സ്ഥലങ്ങളാണ്. ആ 5 സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവിടെ വെച്ചാണ് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യമനുകാരുടെ മീക്കാത്തായ യലംലമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്ലൈറ്റിൽ നേരെ ജിദ്ദയിലേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്നറിയോ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ കുളിയൊക്കെ കഴിച്ചിട്ട് റെഡി ആയി നിൽക്കാം. കുളി കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വസ്ത്രം ധരിക്കാം കേട്ടോ,
കഴിഞ്ഞിട്ട് ഇഹ്റാം ചെയ്യണ വസ്ത്രം അപ്പൊ തന്നെ ധരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കുളി കഴിഞ്ഞ് നമ്മൾ സാധാരണ വസ്ത്രം ധരിച്ചിട്ട് പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം സൗകര്യപ്രദമാകുന്ന സമയത്ത് മാറ്റുന്നതിനും വിരോധമല്ല. ഇതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ പേരിൽ മാത്രം ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം ഈ വസ്ത്രത്തിൽ നിൽക്കേണ്ട അവസ്ഥ വരും. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മൾ ജിദ്ദയിൽ ഇറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പായിട്ടാണ് നമ്മൾ യലംലമിലൂടെ കടന്നു പോവുക. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ മിക്കവാറും നമ്മൾ ആ ഫ്ലൈറ്റിലെ ആളുകൾ നമ്മളെ സഹായിക്കും. ഫ്ലൈറ്റിൽ ചെറിയ അനൗൺസ്മെന്റിന്റെ സൗകര്യം ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ നല്ല ഒരു തൻ്റെ ഇടമുള്ള ഒരാള് നേരെ പിന്നെ അതിന്റെ ക്യാബിന് പോയി പറഞ്ഞാൽ ആ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ പൈലറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ പറയണ സമയത്ത് കൃത്യം മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മീഖാത്ത് പെട്ടെന്ന് ഫ്ലൈറ്റ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതാകുന്നത് കൊണ്ട് എന്താണ് പെട്ടെന്ന് കടന്നു പോകുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് മുമ്പിലായിട്ട് വേണം സൂക്ഷ്മതക്ക് വേണ്ടി ചെയ്യാം. അത് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മൾ മീഖാത്ത് സമയത്ത് നമ്മൾ പിന്നെ നമ്മൾ അതിന് ഒഴിവായി തഹല്ലുലായിട്ട് പിന്നെ ഹജ്ജ് ചെയ്യുന്ന രൂപം നമ്മൾ സ്വീകരിച്ചിന് മാത്രം പോകണം. പോയിട്ട് ഹജ്ജും കഴിഞ്ഞ് ഇഹ്റാമെന്ന് ഒഴിവാകുന്ന രൂപമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അതാണ് ചെയ്തത്. നബിന്റെ കൂടെ ബലിമൃഗം ഉണ്ടാവുകയാണ് അങ്ങനെ ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് റസൂൽ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചതും ഏറ്റവും നല്ല രൂപവും ഉംറക്ക് പോവുക, അതിന് ഒഴിവായിട്ട് പിന്നെ ഹജ്ജിന് വരാന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകൾ ഈ മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തെൽബിയത്ത് തുടങ്ങണം. എങ്ങനെയാണ് ഇഹ്റാം ചെയ്യാന്ന് ചോദിച്ചാൽ എന്താണ്, ലബ്ബൈക ഉംറത്തൻ. നമ്മൾ ഉംറ അല്ലാതെ ഉദ്ദേശിക്കുന്നത് ലബ്ബൈക ഉംറത്തൻ എന്ന് പറയും. മുതമത്യൻ ഇലൽ ഹജ്ജ് എന്നുകൂടെ ചില ആളുകൾ പറയും. തമത്തു ആയ നിലക്ക് ഹജ്ജ് ചെയ്യുന്ന നിലക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്ന നിലക്ക് ലബ്ബൈക ഉംറത്തൻ മാത്രം പറഞ്ഞാലും മതി. ഇത് ലബ്ബൈക ഉംറത്തൻ, അത് മാത്രം. അതിനിപ്പോ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക, ഒന്നും കൂടെ വേണമെങ്കിൽ ഒപ്പമുള്ള ആൾക്കാരോട് ചോദിച്ച് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക ലബ്ബൈക ഉംറത്തൻ എന്ന് പറയും. അതോടുകൂടെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാമിന് ശേഷമുള്ള എല്ലാ മര്യാദകളെയും നമ്മൾ സൂക്ഷിക്കണം. ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഏറ്റവും പ്രധാനം എന്താകാൻ പറ്റില്ല, മുടി മുറിക്കുക എന്നുള്ളതാണ്. മുടി മുറിക്കുക എന്നുള്ളത് ഗൗരവരായി കാണാൻ കാരണം മുടി മുറിച്ചാൽ തഹല്ലുലായി അല്ലേ. ഇഹ്റാമൊന്നും ഒഴിവായാലും എങ്ങനെ നമ്മള് ഇഹ്റാമൊന്നും ഒഴിവാകലും മുടി മുറിച്ചിട്ടല്ലേ. അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് ചൊറിഞ്ഞപ്പോഴൊക്കെ ഒരു മുടി വീണ് പോയി എന്നുള്ളത് വലിയ പ്രശ്നമല്ല. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ മുടി വീണു പോകാതെയും മുറിച്ച് കളയാതെയും എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അതേമാതിരി നഖം മുറിക്കുക പാടില്ലാത്തതാണ്, സുഗന്ധം ഉപയോഗിക്കുക പാടില്ലാത്തതാണ്, വേട്ടയാടുക പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഹറമിലെ മരങ്ങളോ ചെടികളോ പറിച്ചു കളയാനോ നശിപ്പിക്കാനോ ഒന്നും പാടില്ല. അത് ഇഹ്റാമിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാകുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്ന, വീണ് കിട്ടുന്ന സാധനം എടുക്കാൻ പറ്റും. അത് ഹറമിന്റെ ഒരു പ്രത്യേകത. വീണ് കിട്ടുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മളതല്ലാത്ത ഒന്നും എടുക്കാൻ പറ്റില്ല. ചെരുപ്പൊക്കെ മിക്കവാറും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൾക്കാരത് പോവും. ഇപ്പൊ ഞാൻ കണ്ടു ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ നമ്മളെ ചെരുപ്പ് ഏതായാലും പോയതല്ലേ, ഈ ചെരുപ്പൊക്കെ ഇവിടെ വെറുതെ കിടക്കുകയാണ്, അപ്പൊ ഒന്ന് എടുത്താലോ എന്ന് വിചാരിക്കും. നമ്മളതാണെന്ന് ഉറപ്പില്ലാത്തൊരു സാധനം എന്ത് ചെയ്യാൻ പറ്റൂല, അതിന്റെ പേരിൽ നമ്മൾ വെറുതെ അല്ലേ പിന്നെ അവിടെ പോയാൽ 5 റിയാൽ നല്ല ഹവായി ചെരുപ്പ് അവിടെ നിന്ന് 2 റിയാലോ 1 റിയാലോ കൊടുത്താൽ കിട്ടും. അതിനും വേണ്ടി അതൊക്കെ എത്ര ഉണ്ടായിക്കോട്ടെ ചെരുപ്പ്, നമ്മളെ ചെരുപ്പാന്ന് അടയാളം കൊണ്ട് ഉറപ്പുള്ള ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ടൊരു കവറോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പോകുമ്പോൾ ഇനി കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അതിലിടുക. അതിൽ തന്നെ എന്ത് ചെയ്യുക, വെക്കുക. അത് നമ്മൾ നിസ്കരിക്കേണ്ട ഭാഗത്ത് വെക്കുക, തിരിച്ചു കൊണ്ടുവരാൻ. അത് വേറൊരാളത് എടുക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പറ്റും. പിന്നെ പറഞ്ഞ് വിവാഹാന്വേഷണങ്ങൾ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒക്കെ സംസാരത്തിൽ ചിലപ്പോൾ വരും. നമ്മൾ ഒന്നിച്ച് പരിചയപ്പെട്ട് കഴിയുമ്പോൾ എന്തുണ്ടാവും, എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകനുണ്ടെന്നൊന്നും പറഞ്ഞ് എന്താണ് തൽക്കാലം അവിടുന്ന് ഒരു വിവാഹത്തിന് പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ എങ്ങനെ വെച്ചാൽ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയിക്കൂടെ, അറിയാത്ത ആൾക്കാർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ പറഞ്ഞു അതൊക്കെ ഇതിൽ നിഷിദ്ധമായ കാര്യങ്ങളായിട്ട് പറയുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളെ തൊടുക, സ്പർശിക്കുക, അങ്ങനത്തെ കണ്ടു അതൊക്കെ അല്ലാത്ത സമയത്ത് നിഷിദ്ധമാണ്. പ്രത്യേകിച്ച് എന്താണ് ഇഹ്റാമിലാകുന്ന സമയത്ത് പറ്റൂല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞമായിട്ട് പിന്നെ കയ്യിന് ഊറ, അതേപോലെ തന്നെ മുഖം പിന്നെ എന്ത് ചെയ്യുക, മറക്കുക, ഈ രണ്ടും പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇഹ്റാമിൽ ചില ആളുകൾ എന്തൊരു വല്ലാതെ സൂക്ഷ്മത കൊണ്ട് ചിലപ്പോൾ അനുവദനീയമായ ചില കാര്യങ്ങളിലും എന്തിന് കണ്ണട വെക്കാൻ പറ്റുമോ, കണ്ണട വെക്കാൻ പറ്റും. അതേമാതിരി തന്നെ ചിലപ്പോൾ ഒരു ഇയർഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിൽ ഖുർആനൊക്കെ കേൾക്കാൻ വേണ്ടി, അതിന് വിരോധമല്ല. അതേപോലെ തന്നെ വാച്ച് കെട്ടാം, അത് വിരോധാത്ത കാര്യമാണ്. ബെൽറ്റ് ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പുരുഷന്മാർക്കൊക്കെ ഒരു ബെൽറ്റ് നമ്മളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെക്കാനും പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഒക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെൽറ്റ് ആ രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല. അതേമാതിരി നമ്മൾ നല്ല വെയിൽ എടുക്കാം, അതിനൊന്നും തെറ്റില്ലാത്ത കാര്യങ്ങളാവുന്നു. ഇതൊക്കെ പൊതുവെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതേമാതിരി ബാൻഡേജ് ആണല്ലോ, ഒന്നും തെറ്റായ കാര്യങ്ങളല്ല. ഇതൊക്കെ
ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വിശാലമായി പറയുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇഹ്റാം പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൽബിയത്ത് ചെല്ലണം. തൽബിയത്ത് അറിയാലോ അല്ലേ? ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ തൽബിയത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ആളുകൾ എന്താന്ന് വിചാരിച്ചാൽ നേരത്തെ പറഞ്ഞ മാതിരി തൽബിയത്ത് ഇഹ്റാം ചെയ്തതിന് ശേഷമാണ് തുടങ്ങുന്നത്. പല ആളുകളും ഈ എയർപോർട്ടും തുടങ്ങും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങും, വസ്ത്രട്ടുമ്പോൾ തുടങ്ങും. ഒരിക്കലും പാടില്ല. നമ്മൾ ലബ്ബൈക ഉംറത്തെന്നാണ് പറഞ്ഞാൽ തുടങ്ങണം. പിന്നെ തുടങ്ങിയ പിന്നെ നമ്മൾ നിർത്തണ്ട കേട്ടോ. പിന്നെ സംശയിക്കണ്ട. പിന്നെ അവിടുന്ന് എല്ലാം വിട്ട് ഇവിടുന്ന് എവിടും ചെല്ല. എപ്പോഴേ നിർത്തേണ്ടുള്ളവരെങ്കിൽ നമ്മള് ഉംറക്ക് വേണ്ടി തവാഫിന് വേണ്ടി കഅബാലയം കാണുന്ന സമയം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഹജ്ജിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ അനുഭവമാണ് കഅബാലയം ആദ്യമായി കാണുന്ന രംഗം നടന്നത്. ഞാൻ കഅബ കാണുകയാണ് എന്ന് ആര് പറഞ്ഞാലും 1000 ആള് വിളിച്ചു പറഞ്ഞാലും നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ കഴിയൂല. കാരണം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും തിരിഞ്ഞ് നമസ്കരിക്കുന്ന, ലോകത്തെ പ്രവാചകന്മാർ മുഴുവനും പ്രദക്ഷിണം വെച്ച, അല്ലേ, ലോകത്തൊരു സമയത്തും തവാഫ് മുടങ്ങാത്ത ആ മഹത്തായ ഗേഹം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്കയിൽ ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ ദീപമായി, ലോകത്തെ ഒന്നാമത്തെ ഭവനമായി, കോടിക്കണക്കിന് ആളുകളുടെ കണ്ടങ്ങളിൽ നിന്നും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ ഉയർന്ന ആ രംഗം കാണുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ നമ്മുടെ ഹജ്ജിന്റെ യാത്രയിൽ ഏറ്റവും സന്തോഷകരമായ, ഹൃദയം കുളിർക്കുന്ന ഒരു രംഗമാണ്. ഏതായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ആ തവാഫിന് വേണ്ടി അവിടെ ചെല്ലുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റും. എന്തിനും വിട്ടുപോയതുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ പറയുക, ഉംറ എന്നൊന്നും പറയുമ്പോൾ ആരും ബേജാറാകേണ്ട ആവശ്യമില്ല. ഉംറയെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ, നിങ്ങൾ ഉംറ പൂർത്തിയാകണമെങ്കിൽ 3 കാര്യമാണ്. ഒന്ന്, നമ്മൾ ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യാതെ ഉംറ. പിന്നെ ഒന്ന് തവാഫ് ചെയ്യണം. പിന്നെ ഒന്ന് സഅയും. ഇത് 3 ഉണ്ടായാൽ എന്തായി? ഉംറ. ഇതാണ് ഉംറയുടെ റുക്ൻ, അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ 2 കാര്യങ്ങളും ഇതിനെ വാജിബാത്തായി ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, നമ്മൾ മീഖാത്തിൽ വെച്ചു തന്നെ ഇഹ്റാം ചെയ്യണം. പിന്നെ മുടി വടിക്കുകയോ മുറിക്കുകയോ ചെയ്യാൻ പാടില്ല. എന്നാണ് ഇതിന്റെ വാജിബാത്ത്. ഇതിപ്പോ എന്താണെന്നറിയുന്നത്, ഇപ്പൊ തവാഫ് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മൾ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കാൻ, മസ്ജിദുൽ ഹറമിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, നമ്മൾ പള്ളി കയറുമ്പോൾ പള്ളിക്കുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന ചെല്ലുക. അതിനെയാണ് കഅബയിൽ ചെന്നത്. പിന്നെ കഅബ കാണുന്ന സമയത്തൊരു പ്രാർത്ഥന സാധാരണ നമ്മൾ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഹദീസുകളുടെ മുഹദ്ദിഥീങ്ങളായ ആളുകൾ പറയുന്നത് അല്ലാഹുമ്മ ഈമാനം ബിക എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലേ, അത് അത്ര സ്വീകാര്യമായ ഒരു റിപ്പോർട്ടായിട്ട് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്ന് ദൈവപൂർവ്വം പറയാൻ പറ്റും. നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ മനാസിക്കിൽ ആ പ്രാർത്ഥന ബിദ്അത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന പഠിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. ഏതായിരുന്നാലും അവിടെ കയറുമ്പോൾ നമ്മൾ പറയുന്നത് അഊദു ബില്ലാഹിൽ അലീം വവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നതാണ് നമ്മൾ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന വികാരം അധികം ആൾക്കാർക്കും മനപ്പാടുണ്ടാകല്ലേ. ഇത് ഹദീസിൽ പൂർണ്ണമായും വന്ന രൂപമാണ്. അഊദു ബില്ലാഹിൽ അലീം, മഹാനായ അള്ളാഹുവോട് ഞാൻ രക്ഷ തേടുന്നു, വജ്ഹിൽ കരീം, അവന്റെ ഉന്നതമായ വജ്ഹിനാലും, അതേപോലെ വസുൽത്താനിൽ ഖദീം, അവന്റെ ആ ആധിപത്യത്തിനാലും, മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ ഈ അള്ളാഹുവോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയാം. പിന്നെ ഏത് പള്ളി കയറിയാലും നമുക്കൊരു തഹിയ്യത്ത് ഉണ്ടാവുള്ളൂ. അത് അവിടെ വേണ്ട. എന്തുകൊണ്ട്? അവിടെ നിസ്കരിക്കാം കേട്ടോ. പക്ഷെ എന്താണ്, ഇത് നമ്മൾ തവാഫ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തവാഫിന്റെ മുമ്പ് നമുക്ക് എന്തില്ല, തഹിയ്യത്തില്ല. നേരെ തവാഫിലാണ് പോവുക. തവാഫ് എന്ന് പറഞ്ഞാൽ, തവാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റാൻ തന്നെ വാക്കിന്റെ അർത്ഥം. കഅബാലയത്തെ തവാഫ് ചെയ്യാന്നുള്ളതാണ്. തവാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുള്ളൂ അറിയോ, നമ്മൾ നേരെ തവാഫ് ചെയ്യാൻ ഇപ്പൊ പള്ളിക്ക് ഏത് വാതിലൂടെ കടക്കണം. അതിപ്പോ എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്ന വാതിലൂടെ തന്നെ കിടക്കേണ്ടതില്ല എന്ന് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവാചകന്റെ ഒരു ചര്യ എന്നുള്ളക്ക് ആ വാതിലൂടെ ആരെങ്കിലും പ്രവേശിച്ചു എന്നുള്ളത് അയാൾക്കൊരു സുന്നത്ത് കിട്ടാൻ കാരണമാകും കേട്ടോ, അല്ലാതെ നമ്മൾ വേണ്ട ആവശ്യമില്ല. പക്ഷേ ബാബു ബനി ഷൈബ എന്ന് പറഞ്ഞ കാട്ടുള്ള അല്ലേ, അതല്ലേ ഇപ്പൊ അതിന്റെ പുതിയ പേര് അല്ലേ,
ബാബുസലാം എന്ന് പറയും. അതേപോലെ തന്നെ ഇതാണ് അവിടെ ബാബുസലാം. ആ വാതിലൂടെ തന്നെ എല്ലാവരും കടക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വിചാരിച്ചാൽ നമുക്ക് ഏത് വാതിലൂടെയും മക്ക കുല്ലുഹാ ത്വരീഖ് യദ്ഖുലു മിൻ ഹാഹുനാ വയഖ്റുജു മിൻ ഹാഹുനാ എന്നാണ്. മക്കയിലേക്ക് ഏരിയയിലെ എതിലെ വേണമെങ്കിലും പ്രവേശിക്കാം, ഏത് വഴിയിലൂടെയും ചെല്ലുന്നതിന് യാതൊരു വിരോധമില്ല. പക്ഷെ റസൂലുള്ള കടന്ന വഴിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഅബന്റെ അടുക്കലേക്ക് ഏറ്റവും എളുപ്പമെത്തുന്ന വഴിയായിരുന്നു എന്നുള്ളതാണ്. എളുപ്പമെത്തുന്ന വഴിയായി നേരെ ചെന്നാൽ അവിടേക്കാണ് എത്തും എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനി തവാഫ് ആരംഭിക്കാൻ പോവുകയാണ്. തവാഫ് ആരംഭിക്കണം വെച്ചാൽ നമ്മള് കഅബാലയത്തിന് ഒരു ചെറിയ രൂപം നിങ്ങളെ മനസ്സിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മള് തവാഫ് തുടങ്ങേണ്ടത് തവാഫ് ഒന്ന് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള സംഗതി തന്നെയാണ്. ഹജറുൽ അസ്വദിനെ മുത്തുക എന്നുള്ളത് വളരെ പുണ്യകരമായ പ്രവൃത്തിയാണ്. അള്ളാഹു വളരെയധികം പ്രതിഫലം നമുക്ക് പറഞ്ഞു തന്ന ഹദീസുകളിൽ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞ ഒരു സംഭവമാണ്. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ ഹജറുൽ അസ്വദിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞാൽ കഅബനെ ഇടത്തു ഭാഗത്താക്കിയിട്ടാണ് നമ്മൾ തവാഫ് ചെയ്യുക. കഅബനെ എന്ത് ചെയ്യുക? ഇടത്തു ഭാഗത്താക്കി നമ്മൾ ചെയ്യുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ കഅബ നമ്മുടെ ഇടതു ഭാഗത്തായിരിക്കും. അങ്ങനെയാണ് വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഹജറുൽ അസ്വദിന് തൊട്ടു മുമ്പുള്ളതാണ് റുക്കുനുൽ യമാനി. വലതു ഭാഗത്തുള്ള മൂലാന്നാണ് റുക്കുനുൽ യമാനി വന്നത്. അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആഴെ നമുക്ക് തൊടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുമ്മ തൊടണം എന്നാണ്. പക്ഷെ നമുക്ക് ഈ തിരക്കിന്റെ ഇടയിൽ നമുക്ക് എന്താ പറ്റൂല? തവാഫിന്റെ ഓരോ ചുറ്റിലും അവിടെ തൊടുക എന്നുള്ളത് എന്താവൂല, ആർക്കും സാധ്യമായി കൊള്ളണമെന്നില്ല. പിന്നെ തൊടാൻ പറ്റാത്ത നിലക്ക് പിന്നെ അവിടെ ഒന്നും പിന്നെ നമുക്ക് ചെയ്യാല്ല കേട്ടോ, മനസ്സിലാക്കാം. തൊടാൻ പറ്റൂലെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ചെയ്യാല. പിന്നെ അവിടെ തൊടാനോ അവിടെ എത്തുമ്പോൾ പ്രത്യേകം കൈകൊണ്ട് ആടാനോ ഒന്നുമില്ല. അത് നമുക്ക് പിന്നെ റുക്കുൽ യമാനി ചുംബിക്കേണ്ടതില്ല. എത്ര സൗകര്യത്തിലാണ് അത് ചുംബിക്കേണ്ടതില്ല. ഹജറുൽ അസ്വദ് എന്ത് ചെയ്യേണ്ടതുള്ളൂ? ചുംബിക്കേണ്ടതുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് റുക്കുൽ യമാനി നമുക്ക് അവിടെ വരുമ്പോൾ ഒരു വിഷയമാവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പറ്റുകയാണെങ്കിൽ അവിടെ തൊടുക എന്നില്ല. അപ്പൊ ആദ്യം ആരംഭിക്കുക എവിടുന്നാണ്? നമ്മുടെ ഹജറുൽ അസ്വദിന്റെ അവിടെ. ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് ആൾക്കാർ തിരക്കേക്കാരൻ നമുക്ക് എന്താവും, അതുകൊണ്ട് ഒരു വര ഉണ്ടാവും. ആ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് അങ്ങേയറ്റം ആ പള്ളി കാണുന്ന അതുവരെ ഒരു വര ഉണ്ടാവും. നല്ല വീതിയിൽ ഒരാളുടെ ഒരു കാൽപാദത്തിന്റെ അത്ര വീതിയിൽ വര കാണും. ആ വരന്റെ അവിടുന്നാണ് നമ്മൾ എന്താകേണ്ടത്? ആരംഭിക്കുക. അവിടുന്ന് ആരംഭിച്ചാൽ എന്ത് ചെയ്യും? അവിടെ നമ്മള് പിന്നെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹജറുൽ അസ്വദിന് നേരെ ഒന്ന് കൈ കാണിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം അതിനെ മുത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി ആരംഭിച്ചത്. നമുക്ക് അങ്ങനെ ആരംഭിക്കാൻ സാധിക്കില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ തിരക്കിയിട്ട് ഹജറുൽ അസ്വദ് എന്താണ് മുത്താൻ വേണ്ടി പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമർ ഇന്നക റജുലുൻ ഖവിയ്യ്, ഉമറേ നീ ശക്തനായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് നീ എന്താകരുത്, പിന്നെ ഫലാ തുഉദി ദഈഫ, ദുർബലരായ ആളുകളെ നീ എന്താകരുത്, തിരക്കി ബുദ്ധിമുട്ടാക്കരുത്. ഇദാ അറസ്ത ഇസ്തിലാമൽ ഹജർ, അങ്ങനെ നിനക്കെന്താണ് പിന്നെ നീ എന്ത് ചെയ്യുക, നിനക്കത് സാധിക്കുമെങ്കിൽ നീ അതേ തൊടുക, തൊടാനും പറ്റൂലെങ്കിൽ എന്താണ് ഫസ്തഖ്ബിലുഹു, നീ അതിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുക, വകബ്ബിർ, എന്നിട്ട് നീ തക്ബീർ ചൊല്ലുക എന്നാണ് കേട്ടോ. തക്ബീർ ചൊല്ലി എന്ന് ആംഗ്യം കാണിച്ചു കൊടുക്കുക. അത് ഓരോ റൗണ്ടിൽ വരുമ്പോഴും 7ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോഴും എന്ത് ചെയ്യണം? അത് ചെയ്തുകൊണ്ടാണ് പൂർത്തിയാക്കുക. അപ്പൊ നമ്മളങ്ങനെ നടക്കും. നമ്മൾ നടക്കേണ്ടി വരില്ല കേട്ടോ. ആ തിരക്ക് കൂടി അങ്ങനെ പോയിക്കോളും. ശ്രദ്ധിച്ചാൽ മാത്രം. തിരക്ക് എവിടെ വരുള്ളൂ? ചില കഅബനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് എന്ത് ചെയ്യുക തിരക്കുണ്ട്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഈ കഅബന്റെ വിരിയിലും ചുമരിലൊക്കെ തൊട്ടാൽ സ്വർഗം കിട്ടും വിശ്വസിക്കുന്ന കുറെ മനുഷ്യന്മാരെ കാരണം നമ്മളെ കൂടെ തവാഫ് ചെയ്യുന്നുണ്ടാവുക. എന്താ വെച്ചാൽ അതിനൊന്നും യാതൊരു പുണ്യവും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ ഹജറുൽ അസ്വദിന്റെ പുണ്യം അതൊരു കല്ല് മാത്രമാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് ആ ചര്യയെ നമ്മൾ എന്ത് ചെയ്യാണ്? അനുധാവനം ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം ചില ആളുകൾ അതുമ്പോ തൊടാനും പിടിക്കാനും ഒക്കെ ഭയങ്കര തിരക്കിക്കും. വേണമെങ്കിൽ കുറച്ച് വിട്ട് നടക്കാം. ഇനി അഥവാ വല്ലാതെ തിരക്കാണെങ്കിൽ നമ്മുടെ അതിന് ചുറ്റുഭാഗത്തുള്ള പള്ളിയുടെ വരാന്തയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തവാഫ് ചെയ്യാൻ പറ്റും. അതും തവാഫും എന്താവും? സ്വീകരിക്കപ്പെടുന്ന തവാഫ് തന്നെയാണ്. സാധിക്കുമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ കഅബാലയത്തിന്റെ ആ മതാഫിൽ തന്നെയാണ് തവാഫ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഹജ്ജിന്റെ തവാഫ് ഇഫാദൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര തിരക്കേക്കാരം. അപ്പോൾ 10-90 വയസ്സായ ആൾക്കാരെ പിടിച്ച് ബുദ്ധിമുട്ടായി മതാഫിൽ തന്നെ നമ്മൾ ഇടക്കാറാണ്ടതില്ല. പക്ഷെ കുറച്ചധികം നടക്കേണ്ടി വരും. വരെ കുറച്ച് ദൂരെ പോകുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചധികം നടക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തുടങ്ങി നമ്മൾ നടക്കുക. നടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ
പൂർണ്ണ മനസ്സ് സ്വതന്ത്രമാക്കി സഹോദരങ്ങളെ പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞവാണെങ്കിൽ അതിലൊരു പ്രത്യേകം ഉണ്ടെന്നില്ല, എന്തും പ്രാർത്ഥിക്കാം. ഇഷ്ടമുള്ള ഖുർആനായ തോതാ ദിക്ർ ചെല്ലാ പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ തന്നെ നമ്മൾക്കൊരു പ്ലാൻ ഉണ്ടാക്കുക, സ്വന്തമായ നിലയ്ക്ക് നമുക്ക് സ്വാതന്ത്ര്യം തന്നുകൊണ്ട് ഇന്ന ഒരു റൗണ്ടിൽ ഞാൻ എന്റെ ഇസ്തിഗ്ഫാറിന്റെ പാവമോചനം തേടും. ഇഷ്ടംപോലെ തവാഫിന് അവസരം കിട്ടും കേട്ടോ. ആദ്യത്തെ നമ്മൾ ഹജ്ജ് പിന്നെ ഉംറ തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹജ്ജ് തുടങ്ങണ വരെ ഹജ്ജ് കഴിഞ്ഞാലും ഒക്കെ പിന്നെ നമുക്ക് തന്നെ പ്രധാന പരിപാടി അവിടെ ചെയ്യാനുള്ളത് തവാഫിന്. അപ്പൊ അതിന് അവസരങ്ങൾ കിട്ടും. അങ്ങനെ 7 ചുറ്റ് പൂർത്തിയാകുമ്പോൾ എവിടെ അവസാനിക്കും? ഹജറുൽ അസ്വദിന്റെ ആ വരയിൽ തന്നെ എന്ത് ചെയ്യും, അവസാനിക്കും. അതാണ് തവാഫിന്റെ രൂപം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ വെറുതെ പറയണത്. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ശരി ഖുദൂമിന്റെ ആദ്യത്തെ തവാഫ്, അതാണ് അതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മള് ആദ്യം തവാഫ് തുടങ്ങണ ഒന്നാമത്തെ തവാഫിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ഒരു ഇൽത്തിബാണ്. ഇൽത്തിബാ എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കുള്ളതാണ്. വലത്തെ തോളെന്ത് ചെയ്യുക, ഒഴിവാക്കിയിടുക. വലത്തെ തോളെന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് പുറത്താക്കിയിട്ട് ഇഹ്റാമിന്റെ തുണി എന്ത് ചെയ്യുക, ഇടുക എന്നുള്ളതാണ്. ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ തോള് ഈ കൈ എന്ത് ചെയ്യും, ഒഴിവായി കിടക്കും. ഇൽത്തിബാ. ഈ ഇൽത്തിബാ എപ്പോഴാണ് ചില ആൾക്കാർ എയർപോർട്ട് പിന്നെ വിമാനത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും, അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ അവിടെ ചെന്ന് തവാഫ് ആരംഭിക്കുന്ന തൊട്ട് മുമ്പാണ് ചെയ്യേണ്ടത്. പിന്നെ വേറെ ഒരു തവാഫിനാവില്ല കേട്ടോ, ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത്. വേറെ ഒരു ആൾക്കാരെല്ലാ തവാഫിനും ഉണ്ടാവും അങ്ങനെ. വേറെ ഒരു തവാഫിനും അത് പരിപാടിയില്ല. പിന്നെ അതേപോലെ തന്നെ റംല് ഒന്നാമത്തെ തവാഫിന്റെ സമയത്ത് 3 ചുറ്റ്, ആദ്യത്തെ 3 ചുറ്റ് എന്ത് ചെയ്യണമെന്നൊരു പുരുഷന്മാര് 2 കാലുകളും അടുത്തു വെച്ച് അല്പം വേഗതയിൽ നടക്കുക. റംലിന്റെ നടത്തം എന്ന് പറയും. അതും ഏതിന് മാത്രമേ ഉള്ളൂ, അതൊക്കെ നിങ്ങൾ ഓർത്തക്കണ്ട്. ഏത് മാത്രമേ ഉള്ളൂ, ആദ്യമായി ചെല്ലുന്ന ഉംറയുടെ തവാഫുൽ ഖുദൂം എന്ന് പറയും. ആദ്യമായി നമ്മൾ കഅബനെ തവാഫ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന്. ഇപ്പൊ 2 എണ്ണം കേട്ടോ പുരുഷന്മാർക്കുള്ളതാണ്. എന്താണ്? ഒന്ന് ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വലത്തെ തോള് ഒരു കൈ ഒഴിവാക്കിയിട്ട് ഇഹ്റാമിന്റെ തുണി ഇടുന്നതിന്. അത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കുകയും ചെയ്യാം. ആ തവാഫ് പൂർത്തിയാകുന്നതോട് പോലെ പിന്നെ റംലിന്റെ നടത്തും എണ്ണത്തിൽ വരുള്ളൂ, 3 എണ്ണത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് എവിടുക്കാന്ന് ചോദിച്ചാൽ മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എവിടെ കാണുക നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റുക്കുൽ യമാനി കഴിഞ്ഞു, പിന്നെ എന്താ ഉണ്ടാകുക, പിന്നെ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ പിന്നുള്ള മൂല ഉണ്ടാവും നടക്കുമ്പോഴേ. പിന്നല്ല ആ മൂലന്റെയും ഇതിന്റെയും അവിടെ ഇടക്ക് നടുക്കായിട്ടാണ് എന്ത് ചെയ്യുക, പുറത്ത് കുറച്ച് അകലത്തിലായിട്ടാണ് എന്ത് ചെയ്യുക കാണുക, ഏത് നമ്മുടെ മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. മഖാമു ഇബ്രാഹിമിൽ തൊടുന്നതിനോ പിടിക്കുന്നതിനൊന്നും ഒരു പുണ്യമല്ല. നമുക്ക് അവിടെ ആകെ ചെയ്യാനുള്ള പ്രവർത്തനം എന്തുള്ളൂ വെച്ചാൽ മഖാമു ഇബ്രാഹിമിനെ നമ്മളുടെയും കഅബയുടെയും നടുക്കാക്കി 2 റക്അത്ത് സുന്നത്ത് സ്കരിക്കാം. അതും ഉംറയുടെ ഭാഗമായ തവാഫിന് ശേഷം ചെയ്യേണ്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് കേട്ടോ. എവിടെയാണ് മഖാമു ഇബ്രാഹിം? നമ്മളെ മുന്നിലേക്കാണ്. അത് ചെറുത്, ഈ സ്പീച്ച് സ്റ്റാൻഡിനെക്കാളും കുറച്ച് വലുപ്പത്തിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കാണും നമ്മൾ. മുമ്പൊക്കെ അത് വലിയ കുബ്ബയ്ക്കായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ അത് ചെറുതായിട്ടുള്ള ഒരു ഇതുള്ളൂ. അത് അപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് പിന്നെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തിനാ ഇടയിലായിട്ട് പള്ളിയിൽ നിന്ന് എവിടെ നിസ്കരിക്കാം, സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആ മത്താഫിന് നിസ്കരിക്കാൻ. ഈ തവാഫ് ചെയ്യുന്ന ആളുകളുടെ ഈ തവാഫ് മുറിയൽ ഈ നിസ്കാരക്കാരെ കാണുമ്പോഴാണ് ഇങ്ങനെ എത്തുമ്പോൾ ഇവരിവിടെ നിസ്കരിക്കണ്ടോ. പിന്നെ തിരിച്ച് നടക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, തിരക്ക് കൂടും. കുറച്ച് വിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ നിസ്കരിക്കുക 2 റക്അത്ത്. അത് കഴിഞ്ഞാൽ എന്താ പിന്നെ പള്ള നിറച്ച് സംസം കുടിക്കുക. സംസം കുടിച്ചു എന്ന് വരുന്നതാണ് കേട്ടോ, നന്നായിട്ട് വയറ് നിറയണ വരെ കുടിക്കുക. നമ്മുടെ സംസം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടുന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രയോജനം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലായിടത്തും സംസം ഉണ്ടാവും അല്ലേ. സംസം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അവിടെ ഹറമിന്റെ എല്ലാ ഭാഗങ്ങളിലും സംസം വെച്ചിട്ടാണ്. അതിൽ ഇപ്പൊ ഇനി ചെല്ലുമ്പോൾ എങ്ങനെയാണല്ല, അന്നെന്താ വെച്ചാൽ തണുത്തതും പിന്നെ അതേപോലെ തണുപ്പില്ലാത്തതുണ്ടാവും. ചൂടുള്ളതല്ല, തണുപ്പിച്ചുണ്ടാവും. തണുപ്പിച്ചത് കഴിയുന്നതും കുടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആർക്കട്ടോ. തണുത്തത് ആവശ്യമുള്ള ആളുകളും തണുത്തത് എന്ത് ചെയ്യേണ്ട, കുടിച്ച് ബുദ്ധിമുട്ടുണ്ട്. കുടിക്കുന്ന വിരോധമല്ല, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടല്ല. തണുക്കാത്തത് നന്നായിട്ട് കുടിക്കാൻ പറ്റും. നല്ല തണുക്കാത്ത കുടിക്കുന്നത് സാധാരണ ചുടുവെള്ളം കുടിച്ച് ശീലമുള്ള ആളുകൾക്ക് അത് കുടിക്കാം. അതിലൊരു ബുദ്ധിമുട്ടും വരില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. നന്നായിട്ട് കുടിക്കാൻ എപ്പോൾ ചെന്നാലും എന്ത് ചെയ്യുക, കുടിക്കുക. ഞാനത് കുടിക്കുന്നത് പിന്നെ കുടിക്കുന്നതിന് പുണ്യമുണ്ട്. സംസം കുടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ലിമാശ്വരി ബലം എന്ത് ചോദിച്ചാൽ ഇപ്പൊ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ബേജാറുള്ള ഫോൺ വന്നാൽ വേഗം പോയി കുറച്ച് സംസം കുടിച്ചാൽ മതി നീയത്താക്കിയിട്ട് ആണ് മാറി. അത്ര വരെ നമുക്ക് വിചാരിക്കാം. അങ്ങനെ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീയത്താക്കി നമുക്ക് കുടിക്കാം. അത് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞെന്നോട് കൊണ്ടുപോകും ചെയ്യാം കേട്ടോ. മദീനത്തൊക്കെ കൊണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് കൊണ്ടുവരാനും പറ്റും. സംസം കുടിക്കുക. അപ്പൊ ആദ്യം തവാഫ് കഴിഞ്ഞില്ലേ, തവാഫിന് വുളു വേണം കേട്ടോ. തവാഫ് മദീനത്ത് ചെന്നാലും എന്ത് ചെയ്യും,
നമുക്ക് സംസം അവിടെ തന്നെ കുടിച്ച് തുടങ്ങാൻ പറ്റും. ഏതായാലും ഇത് കഴിഞ്ഞ് ഇപ്പൊ എന്തായി തവാഫ്. പിന്നെ തവാഫൊക്കെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും തവാഫ് ചെയ്യുന്നേ കയറും കേട്ടോ, എല്ലാവരും പറ്റി ആലോചിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. പിന്നെ ഒന്ന് ഇത് പിന്നെ മഖാം ഇബ്രാഹിമിലെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തേതിൽ കുലിയായുൽ കാഫിറൂനും രണ്ടാമത്തേതിൽ കുലു അല്ലാഹു അഹദ് ഓതുക. ഇത് ഓതാ, പക്ഷെ ഇത് പ്രവാചകൻ പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചെന്നാണ് അത് ഓതുക. അത് ഓതിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് അവിടെ ഇന്ന് നമുക്ക് ദ്വാരക്കാൻ നേണ്ടാവില്ല, അതൊക്കെ ഭയങ്കര തിരക്കിക്കണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എന്ത് ചെയ്യുക, എവിടേക്ക് വരും? സഫാ മറുവയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വരും. അങ്ങനെ ആദ്യം നമ്മൾ ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? സഫയിൽ നിന്നുമാണ് നമ്മൾ ആരംഭിക്കുന്നത്. സഫ സഅയ് എന്നാണ് ഇനി പറയാം. എന്താ പറയാ? സഅയ്. ഇതാണ് ഹജ്ജിന്റെ കാര്യത്തിൽ. ഇഹ്റാം നേരത്തെ കഴിഞ്ഞു അല്ലെ, ഉംറ, ഇപ്പൊ തവാഫും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഏത്? സഅയ്. അപ്പൊ നമ്മൾ നമുക്ക് ഈ തവാഫും അതേമാതിരി നിസ്കാരം കഴിഞ്ഞാൽ നേരെ നടന്നാൽ ഏറ്റവും അടുത്തുള്ളത് ഏത് തന്നെയാണ്? സഫയാണ്. സഫയിൽ നിന്നാണ് സഅയ് ആരംഭിക്കേണ്ടത്. സഫയാണ് നമ്മൾ ഈ ഇതൊക്കെ നിർവഹിച്ചതിന്റെ ഏറ്റവും അടുത്തുള്ളത് തന്നെയാണ്. നേരെ അവിടെ നിന്ന് ആരോമാർക്ക് ഉണ്ടാവും, അവിടെ നിന്ന് കയറി നേരെ എന്ത് ചെയ്യും? അപ്പൊ സഫ മറുവ എന്ന് പറഞ്ഞാൽ കുന്നാണെന്നാണ് നമ്മൾ മനസ്സിലുള്ളത് അല്ലേ? അപ്പൊ കുന്ന് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും കുന്ന് എന്ന് വെച്ചാൽ ഇപ്പൊ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, വലിയ ഫോട്ടോത്തിൽ കണ്ടിട്ടുണ്ടാവും പോകാത്ത ആൾക്കാർ. എന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ, അല്ലാതെ പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കുന്നല്ല. അവിടെ കുറച്ച് ഉയരം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? കയറാൻ കാണുന്നു മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതും എന്താ വെച്ചാൽ പരിമിതമായ സ്ഥലമാകുന്നതുകൊണ്ട് ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരെ നമുക്ക് എപ്പോഴും ഉള്ളൂ ഹജ്ജിന്റെ സമയത്ത് ഒരു സഅയ് ഉണ്ട്, അത് നടത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ സഅയിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അവിടെ കയറി കഴിഞ്ഞാൽ സഅയ് നടത്തേണ്ടത് എത്രയാണ്? 7 തവണയാണ്. 7 തവണ അറിയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് കഅബൻ തവാഫ് ചെയ്ത മാറില്ല. പിന്നെ നമ്മൾ പുറപ്പെട്ടോടത്ത് തന്നെ എത്തുമ്പോഴേ എന്താവുള്ളൂ? ഒരു തവാഫ് ആവുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് നമ്മള് സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ എന്തായി? 1 മറുവയിൽ നിന്ന് സഫയിലെത്തിയാൽ 2. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്. അവസാനം നമ്മൾ എന്താ വെച്ചാൽ എവിടേക്കാരും അവസാനിക്കാന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അവസാനം മറുവയിൽ എന്ത് ചെയ്യും? മറുവയിൽ അവസാനിച്ചാൽ മറുവയിൽ നേരെ പുറത്ത് കിടക്കുന്ന സ്ഥലത്ത് തഹലിലാകാൻ സമയമാണ്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സഅയിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ അവിടെ സഫയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവിടെ വെച്ച് ഓതി ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി ഓതി. ഫമൻ ഹജ്ജൽ ബൈത അവി ഉതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അതിന് ആ ആയത്ത് ഓതിട്ട് നബി പറഞ്ഞെന്ന് വെച്ചാല്, ആദ്യത്തെ ആയത്തിൽ വന്ന് ഇന്ന സഫാ വൽ മർവത എന്നല്ലേ, അതാണ് സൊഫയിൽ നിന്ന് തുടങ്ങുന്നതെന്നാണ് അതല്ലേ. സൊഫയിൽ നിന്ന് സഅയ് തുടങ്ങാൻ കാരണം എന്താണ്? അള്ളാഹു തുടങ്ങിയിടത്ത് ഞാൻ തുടങ്ങാന്നാണ്. ആദ്യം പറഞ്ഞു? ആദ്യം പറഞ്ഞ ഏതാണ്? ഇന്ന സഫ എന്നാണ്. അവിടെ സഫയിലാണ്. പിന്നെ നമ്മൾ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ അറിയും? നമ്മൾ കഅബക്ക് നേരെ തിരിഞ്ഞു നിൽക്കാം. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്നെന്ത് ചെയ്യുക? 3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക? പറയാ. പിന്നെ അവിടെ വെച്ച് നമുക്ക് 2 കൈയും ഉയർത്തിക്കൊണ്ട് കിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് ഇങ്ങനെ കാണും കഅബ. ഇപ്പൊ കാണില്ല തോന്നുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? കാണും. ചെറുതായിട്ട് എന്ത് ചെയ്യും? ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അടിയിൽ നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റും. മുമ്പാണെങ്കിൽ കുന്ന് ഒഴിഞ്ഞിടക്കണ കുന്നാണെങ്കിൽ നേരെ കഅബന്റെ കട മുന്നിൽ. ഇപ്പൊ ഈ കെട്ടിടങ്ങളിലുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഏതായാലും കഅബന്റെ ദിശ നമുക്ക് മനസ്സിലാവും. അങ്ങോട്ട് തിരിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാടോ. നിങ്ങൾ എത്ര വിചാരിക്കണോ അത്ര നേരം നമുക്ക് സഅയ് കൂട്ടാം. കാരണം അവിടെ നിന്നുള്ള പ്രാർത്ഥന ഓരോ ചുറ്റിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാല് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ നേരെ നടത്തം ആരംഭിക്കും. സഅയ് അങ്ങനെ കുറച്ച് വേഗത്തിലായിട്ട് ഇങ്ങനെ നടക്കുക. നടക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ